എടുക്കുവാൻ പോകുന്നത് എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായത്തെക്കുറിച്ചാണ്. എന്നാൽ അതിന് തൊട്ട് മുമ്പുള്ള ചില കാര്യങ്ങളെ ഞാനൊരു കമ്പിവാചകം പോലെ ഇങ്ങനെ ഓടിച്ച് പറയട്ടെ. 1-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് കാറുകളെ കുറിച്ചാണ്. അവിടെ 4 കാര്യങ്ങളുണ്ട്. നമ്മൾ ചൂസൺ ആണ്, അഡോപ്റ്റഡ് ആണ്, നമ്മൾ റെഡീംഡ് ആണ്, നമുക്ക് സീലുണ്ട്. അപ്പോൾ നമ്മൾ കാറ് വാങ്ങാൻ പോകുകയാണ്. കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് 2-ാം അധ്യായത്തിലോട്ട് വന്നപ്പോൾ അവിടെ എന്തുണ്ട്? അവിടെ ഒരു PSC ഉണ്ട്. ആ PSC നമ്മൾ എഴുതണം. ആ PSC ആണ് പ്രോബ്ലം, സൊല്യൂഷൻ, കൺക്ലൂഷൻ. അതിനുശേഷമാണ് നമ്മൾ മുന്നോട്ടേക്ക് വരുമ്പോൾ നമുക്ക് എന്തുണ്ട്? ഒരു PPF കൂടെയുണ്ട്. ആ PPF എന്ന് പറയുന്നത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ ഈ കോഡ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ വേഗത്തിൽ ഇത് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. വളരെ വേഗത്തിൽ നമ്മൾ മുന്നോട്ടേക്ക് കടന്ന് പോകുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ച ഭാഗത്തിൽ നിന്നാണ് നമ്മൾ മുന്നോട്ടേക്ക് വരുവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ടുഡേയ്സ് ടോപ്പിക് എന്ന് പറയുന്നത് മാപ്പാണ്. അപ്പോൾ കാസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, PPFനെ കുറിച്ച് നമ്മൾ പഠിച്ചു, നമ്മൾ PSCയെ കുറിച്ച് പഠിച്ചു. ഇന്നത്തെ ടോപ്പിക്ക് മാപ്പ് എന്നാണ്. മാപ്പ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലെ ചില ഭാഗങ്ങൾ കൂടെ അമിത്സറും പറഞ്ഞ് വളരെ വേഗത്തിൽ പോകുവാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു വാക്കിലാണ്. അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്ര. എത്ര പേർക്ക് ബോധ്യമുണ്ട് ഞാൻ ദൈവത്തിൻ്റെ ഭവനത്തിലാണ് എന്ന്? അങ്ങനെയെങ്കിലും സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം, ആ സന്തോഷം നമ്മുടെ മുഖത്ത് ഉണ്ടാകണം, ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിൻ്റെ അമേഴ്സറും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ഭവനത്തിലായപ്പോൾ നമുക്കൊരു ഐഡൻറ്റിറ്റി കിട്ടി എന്നൊരു കാര്യം നമ്മൾ പഠിച്ചു. നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നൊരു കാര്യം നമ്മൾ പഠിച്ചു. നമുക്ക് ചില അവകാശങ്ങളുണ്ട് എന്നൊരു കാര്യം നമ്മൾ പഠിച്ചു. അതിനുശേഷമായിട്ട് നമുക്കൊരു ഇൻഹെറിറ്റൻസ് ഉണ്ട് എന്നൊരു കാര്യം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അതിനുശേഷമായിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ അംഗങ്ങളാണ് എന്നൊരു കാര്യം. എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിസൺ, ഒരു പൗരൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളൊരു ഫാമിലിയാണ്. ആ ചിന്താഗതി നമുക്കുണ്ടാകണം. ആ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതുകൊണ്ട് ഞാൻ അധികം അത് എടുക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. അവിടെ നമുക്ക് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കിട്ടുന്നത്. നമുക്ക് എന്ത് കിട്ടും? സ്നേഹം ലഭിക്കും. 2, നമുക്ക് വേണ്ടതായ പ്രൊവിഷൻസ് ലഭിക്കും. എന്ന് പറഞ്ഞാൽ അതാരും തെറ്റിദ്ധരിക്കരുത്. പ്രൊവിഷൻസ് ലഭിക്കുമെന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഭാഗത്തെ സംസാരിക്കും. പ്രൊവിഷൻസ് നമുക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ പറയുന്നത് ഒത്തിരി നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നൊരു തലവല്ല. അത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളത് ഡീൽ ചെയ്യും. 3-ാമത് നമുക്ക് എന്തുകൊണ്ട്? ഒരു മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ബന്ധം അത് ലഭിക്കുന്നു. അതിനുശേഷമാണ് നമുക്ക് എന്ത് കിട്ടുന്ന? ഒരു ഇൻഹെറിറ്റൻസ് കിട്ടുന്നു. അങ്ങനെയാണ് നമ്മൾ ആ കാര്യത്തിലോട്ട് വന്നത്. ഇനി സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഒരു ചോദ്യം, ആ ഒരു കാര്യത്തിൻ്റെ കൂടെ ഞാനൊരു ചോദ്യം ചോദിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സഹകരണം ഞാനതിന് പ്രതീക്ഷിക്കുകയാണ്. വളരെ വേഗത്തിൽ നിങ്ങളുടെ മ്യൂട്ടുകളൊക്കെ ഓൺ ചെയ്ത് നിങ്ങൾ സംസാരിക്കണം. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഈ സ്ലൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ 2-ന്റെ 20 തൊട്ട് 22 വരെയുള്ള ഭാഗങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. എൻ്റെ ചോദ്യം എങ്ങനെയാണ്? ഒരു പവർ ബാങ്കിൽ നിന്ന് എത്ര ഫോൺ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും? പവർ ബാങ്ക് ഉപയോഗിക്കുന്ന പ്രിയമുള്ളവർക്ക് പറയാൻ പറ്റുമല്ലോ. ഒരു പവർ ബാങ്കിൽ നിന്ന് നമുക്ക് എത്ര ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും? എത്ര ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും? പവർ ബാങ്ക് കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ചിന്തിക്കുന്നു. എത്ര ഫോൺ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും? ഏകദേശം ഒരു പവർ ബാങ്കിൽ നിന്ന് നമുക്ക്, എനിക്ക് തോന്നുന്നു, 1-ലധികം ഫോണുകൾ ചാർജ് ചെയ്യാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നു ഏകദേശം 3 ഡിവൈസ് വരെ അതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് ഓരോ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് അത് കൂടുകയും കുറയുകയും ചെയ്യുന്നതുണ്ട്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: ഒരു പവർ ബാങ്കിൽ നിന്ന് എത്ര ഫോണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് ഞാൻ ചോദിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ അടുത്തൊരു തീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവർ, ബാക്കിയുള്ളവർ കൂടി ഒന്ന് ക്യാമറയിൽ ഒന്ന് ഓൺ ചെയ്ത് പുറത്തോട്ടൊക്കെ വരുവാണെങ്കിൽ നിങ്ങളുടെ മുഖം കണ്ട് എനിക്ക് എന്ത് ചെയ്യാം? സംസാരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ എൽസി ആൻറ്റി, അതുപോലെ എലിസബത്ത് ആൻറ്റി, ജെയിനി ആൻറ്റി, അതുപോലെ നമ്മുടെ എൽ തോമസ്, അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എനിക്കറിയത്തില്ല. ഈ 4 പേരുടെ മുഖം മാത്രം കണ്ടിരിക്കുമ്പോൾ അവർക്കൊരു സങ്കടമാകത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മുഖം കൂടെയൊക്കെ ഒന്ന് കാണിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സന്തോഷത്തോടെ നമുക്കായിരിക്കാം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: എങ്ങനെയാണ് ആ ഒരു പവർ ബാങ്ക് എത്രമാത്രം ഫോണുകളെ കണക്ട് ചെയ്യും? ആ ഒരു കാര്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ആ ഒരു കാര്യം, അത് ഇനി ഞാൻ പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭവനം എന്ന് പറയുന്നത് ഇതുപോലെ വ്യത്യസ്തമായ ഡിവൈസുകളെ, വ്യത്യസ്തമായ ആളുകളെ, വ്യത്യസ്തമായ മേഖലകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നൊരു കാര്യമാണ് നമ്മൾ പറയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം തകർന്നിരിക്കുന്ന ആളുകളെ അവിടെ ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് അത് ദൈവത്തിൻ്റെ രാജ്യമാക്കുന്നതാണ് ദൈവികമായ നീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കും നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്: ചിലർ തള്ളിക്കളഞ്ഞ കല്ല്
മൂലക്കല്ലായിട്ട് മാറി. അത് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഭാഗമാണെങ്കിലും പലപ്പോഴും നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ചില മേഖലകളിലൊക്കെ തള്ളപ്പെട്ടതുകൊണ്ടാണല്ലോ ഇന്ന് നമ്മൾ ഇതിനകത്ത് ആയിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു തകർന്നിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് അതിനെ പരസ്പരം മാച്ച് ചെയ്യിച്ച് അതിനെ പരസ്പരം ഒരു പ്രൊസീജിയറായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു സത്യം അത് ലോകത്തിന് വിളിച്ചു പറയുക എന്നൊരു കാര്യമാണ്. ആ ഒരു ഫൗണ്ടേഷൻ ക്രിസ്തുവാണ്. ഇത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷേ അടുത്തൊരു ഭാഗത്തിലോട്ട് നമ്മൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കും. അപ്പോൾ കാണുവാൻ സാധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഞാനൊരു സിമ്പിൾ ഫ്ലോ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് 20 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു കാര്യത്തെ ചിന്തിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോൾ കർത്താവ് നമ്മുടെ എന്താണ്? ഒരു അടിസ്ഥാനമാണ്, നമ്മുടെ ഫൗണ്ടേഷനാണ്. അതിൻ്റെ ഒരു ഫ്ലോ ഇങ്ങനെയാണ്: തകർന്നിരിക്കുന്ന കല്ലുകൾ, ആ കല്ലുകൾ എന്ത് ചെയ്യുന്നു? ക്രിസ്തു വഴി ജോയിൻ ചെയ്യിപ്പിക്കുന്നു. നിങ്ങൾക്ക് അവിടെ ആ താഴെ ആ ഒരു ആരോ മാർക്കിൽ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. തകർന്നിരിക്കുന്ന കല്ലുകളെ ക്രിസ്തു വഴി ജോയിൻ ചെയ്തപ്പോൾ അവിടെ എന്ത് വന്നു? ഒരു ഐക്യത വരികയാണ്, അവിടെ ഒരു ഒരുമ വരികയാണ്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഈ കൂട്ടായ്മയിൽ തന്നെ ആയിരിക്കുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളായിരിക്കാം, വ്യത്യസ്തമായ രാജ്യങ്ങളിലുള്ളവരായിരിക്കും, വ്യത്യസ്തമായ ടൈം സോണിലുള്ളവരായിരിക്കും. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നിമിത്തമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലൊക്കെ പല ആളുകൾ തകർന്നിരിക്കുന്നവരായിരിക്കാം, പക്ഷെ കർത്താവ് നമ്മളെ എന്ത് ചെയ്തു? കൂട്ടി യോജിപ്പിച്ചു, നമ്മൾ ഒരുമിച്ച് വന്നു. അതിനുശേഷമായിട്ട് ആ ദൈവ സാന്നിധ്യത്തിലോട്ട് നമ്മൾ കടന്നു. എത്ര പേർക്ക് അനുഭവിക്കുവാൻ പറ്റുന്നുണ്ട് ആ ദൈവിക സാന്നിധ്യം എന്നൊരു കാര്യം? എനിക്ക് അറിയത്തില്ല. അമേൻസ്വരം ചെയ്ത് ഞാൻ ഓരോ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും, അമേൻസ്വരം ചെയ്ത് ഈ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോഴും, അമേൻസ്വരം ഞാൻ ആ ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ആയിരിക്കുന്നത്. പ്രിയമുള്ളവരും ആ ഒരു ദൈവിക സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ആ ഒരു 4 കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് പറയാം. തകർന്ന ഒരു കൂട്ടം കല്ലുകൾ ഉണ്ടായിരുന്നു, അതിനെ ക്രിസ്തു വഴി കൂട്ടി യോജിപ്പിച്ചു. അതിനുശേഷമായിട്ട് അവർ ഒരുമിച്ച് വന്നു. അതിനുശേഷമായിട്ട് അവിടെ ഒരു ദൈവിക സാന്നിധ്യം വന്നു. പ്രിയ ജൈനിയാടി എന്ന് തുടക്കത്തിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം പറഞ്ഞപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചൊരു കാര്യമാണ്. അതിനുശേഷമായിട്ട് പിന്നെ ഈ ഒരു കാര്യം എന്ത് ചെയ്തു? പല മേഖലകളിൽ പിന്നെയും എന്ത് വരാൻ തുടങ്ങി? തകർച്ചകൾ. അതിന് 2 രീതിയിലാണ് പറയുന്നത്, 2 സ്റ്റെപ്പുകളായിട്ട് ആ കാര്യത്തെ കാണിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേജാണ് ആ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഇത് സിമിലർ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബ്രോക്കൺ ആയിരുന്നു, അവിടെ പണിതു, അതിനുശേഷമായിട്ട് ഒരു കുടുംബം പോലെയായി, അതിനുശേഷമായിട്ട് നമുക്കൊരു വാസം ഉണ്ടായി. ഇതാണ് ആ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഒരു തോട്ട് നമുക്ക് കാണാൻ പറ്റും. ഗോഡ് ഡസ് നോട്ട് ബിൽഡ് ഹിസ് ടെമ്പിൾ വിത്ത് പെർഫെക്റ്റ് പീപ്പിൾ. ദൈവം ഈ ലോകത്തിലെ ദൈവം തൻ്റെ മന്ദിരത്തെ, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം കൂടിയുള്ളവരെ, കർത്താവ് എന്തിനാണ് നമ്മുടെ ആരാധന ഇഷ്ടപ്പെടുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റും? കർത്താവ് എന്തിനാണ് നമ്മുടെ കൈകൊട്ടൽ ഇഷ്ടപ്പെടുന്നത്? കർത്താവ് എന്തിനാണ് നമ്മുടെ ബൈബിൾ വായന ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടായിരിക്കും കർത്താവ് ആ ഒരു കാര്യം ഇഷ്ടപ്പെടുന്നത്? കർത്താവ് ദൈവമല്ലേ. അപ്പോൾ ആ ദൈവത്തിന് അത് ഇഷ്ടപ്പെടേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ, ഈ ലോകത്ത് നമ്മളെക്കാട്ടും ക്വാളിഫൈഡ് ഒത്തിരി ആളുകളില്ലേ, പക്ഷേ എന്തുകൊണ്ടായിരിക്കും കർത്താവ് നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ മെസ്സേജുകളിലൊക്കെ ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റൂ? എന്തെങ്കിലും ഉത്തരവുണ്ടോ നമുക്ക്? ആ ഉത്തരം സിമ്പിളാണ്. കർത്താവ് നമ്മളെ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളെ കൂട്ടിച്ചേർത്തു. എന്ന് പറഞ്ഞാൽ കർത്താവിന് ഒറ്റയ്ക്ക് ആരാധിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? നമ്മളെയൊക്കെ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുക, നമ്മുടെയൊക്കെ പാട്ട്, എന്നെ തന്നെ പറയുന്നൊരു കാര്യം, ഞാനൊരു ബാത്റൂം സിംഗർ എന്നാണ്. എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല. പാട്ട് പാടാൻ കഴിവുള്ള ഒത്തിരി ആളുകൾ ഇതിനകത്തുണ്ട്. ഞാൻ ബാത്റൂമിൽ കയറുമ്പോൾ ഞാൻ പാട്ട് പാടും, അവിടെ ആകുമ്പോൾ ആരും കേൾക്കത്തില്ലല്ലോ, നമ്മൾ മാത്രമല്ലേ കേൾക്കത്തുള്ളൂ. പക്ഷേ ഞാൻ ചിന്തിക്കുക, ചില സമയത്തൊക്കെ നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ കർത്താവ്, നമുക്കറിയാം നമ്മുടെ ശ്രുതിതാള സംഗതി കാര്യങ്ങളൊക്കെ പോയിരിക്കുക എന്നുള്ളത് നമുക്ക് അറിയത്തുള്ളൂ. പക്ഷെ കർത്താവ് എന്തിനാ ശ്രദ്ധിക്കുന്നതെന്ന് അറിയാമോ? അതിലൂടെ ദൈവത്തിന് മഹത്വം വരുക. എന്ന് പറഞ്ഞാൽ അമേൻസ് പറഞ്ഞത്, കർത്താവ് പെർഫെക്റ്റ് ആയിട്ടുള്ള പീപ്പിൾസിനെ എടുത്തില്ല. പെർഫെക്റ്റ് ആയ പീപ്പിളിനെ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ അവരെപ്പോഴും ചിന്തിക്കുന്നത് എന്തുവാ? നമ്മൾ പെർഫെക്റ്റാണ്, ഞാൻ ഭയങ്കര ഓക്കെ. പ്രിയമുള്ളവരെ, നമുക്ക് ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതിന് ദൈവത്തിന് നന്ദി പറയണം കേട്ടോ. അമേൻസ് പറഞ്ഞത്, പരിമിതികളുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം. നമ്മൾ പരിമിതി വരുമ്പോൾ എന്നാ പറയും? പരിമിതി വരുമ്പോൾ നമ്മൾ തകരും, പരിമിതി വരുമ്പോൾ നമ്മൾ ശോകം അടിക്കും, പരിമിതി വരുമ്പോൾ നമ്മൾ ആരുടെ മിണ്ടത്തില്ല, പരിമിതികൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്യും, അല്ലേ? പക്ഷെ ഇന്ന് ഓർക്കണം, അമേൻസ് പറഞ്ഞത്, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടെന്നറിയാമോ? നമുക്ക് ഒത്തിരി ഇംപെർഫെക്ഷൻസ് ഉള്ളതുകൊണ്ടാണ്, നമ്മൾ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല. അമേൻസ് ആ ഒരു കാര്യം ഇന്ന് എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം. അതിൽ നിന്ന് അമേൻസ് ഉത്തരം ചെയ്യുന്നത്, ഞാൻ ആ ഒരു കാര്യത്തെ അമേൻസ് പറഞ്ഞത് നോട്ട് അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി അത്
വായിക്കുമ്പോൾ മനസ്സിലാകും. അവിടെ കാണുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു കമ്പിവാചകം പോലെ ഞാൻ പറഞ്ഞു മുന്നോട്ട് പോവുകയാണ്. ദൈവം എന്ത് ചെയ്തു? തൻ്റെ ആലയത്തെ പണിതത് പെർഫെക്റ്റ് ആയ ആളുകളെ കൊണ്ടല്ല, ദൈവം പണിതത് അതിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട്. അമേൻ സ്തോത്രം ചെയ്യുന്നു. അത് നമ്മളാന്നൊരു ബോധ്യമുണ്ടോ? അമേൻ സ്തോത്രം ചെയ്യുന്നു. എത്രയോ ആളുകൾ കിട്ടാത്ത ഭാഗ്യമല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്? എത്രയോ ആളുകൾക്ക് ഉയർത്തിപ്പിടിക്കുവാൻ കഴിയാത്ത വചനമല്ലേ നമ്മൾക്ക് ഉയർത്തിപ്പിടിക്കുവാൻ കഴിയുന്നത്? അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാ, നമ്മൾ ദത്തെടുക്കപ്പെട്ടവരാ, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാ, നമ്മൾ മുദ്രയിട്ടവരാ. അമേൻ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത്. അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അപ്പോൾ ഓർത്തോണം, ഇത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഫോളോവേഴ്സ് ഉണ്ട് അല്ലേ? പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിൽ ആ ഫോളോവേഴ്സിനൊക്കെ ഉണ്ടാക്കുന്ന പല ആളുകളും അവരുടെ പോസ്റ്റുകൾ വഴിയുക. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമാണ് ഈ ലോകത്ത് അനുദിനവും ഫോളോവേഴ്സ് വർദ്ധിച്ചു വരുന്നത്. അതെന്തുകൊണ്ടെന്നറിയാമോ? സകല നാമവും മുഴങ്ങുന്ന, അല്ലെങ്കിൽ സകല നാമവും യേശുവിനെ ഉയർത്തുന്ന സകല മുഴങ്കാലുകളും അമേരിക്കയിൽ നിന്നും മടങ്ങുന്നത് യേശുവിന്റെ മുന്നിലാണ് എന്ന് ലോകം അംഗീകരിച്ചത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ഗോത്രങ്ങളിൽ, വിവിധ വംശങ്ങളിലുള്ള ഒരു കൂട്ടം ആളുകൾ കർത്താവിനെ രക്ഷിതാവായി അനുനിമിഷവും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു, കർത്താവ് നമ്മളെ ആ ഒരു രീതിയിൽ തെരഞ്ഞെടുത്ത് ആ ഒരു രീതിയിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ പറയുന്ന കാര്യങ്ങൾ ഇതൊരു വളർച്ചയുള്ള സംഭവമാണ് കേട്ടോ. ഇവിടെ വളരുന്നത് വ്യക്തികളല്ല, വളരുന്നത് പാസ്റ്റേഴ്സ് അല്ല, വളരുന്നത് വിശ്വാസികളല്ല, വളരുന്നത് ക്രിസ്തുവിന്റെ സഭയാണ്. ആ ക്രിസ്തുവിന്റെ സഭയുടെ അംഗങ്ങളാണ് നമ്മൾ. എന്നാൽ ഇന്ന് ദൈവസഭയുടെ അകത്ത് പൊളിറ്റിക്സ് വരുന്നുണ്ട്, കസേരകളി വരുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഓർത്തോണം, അവിടെ വളരുന്നത് ക്രിസ്തുവല്ല, വ്യക്തികളിൽ നിന്ന് ക്രിസ്തുവിലോട്ടുള്ള ദൂരമാണ് യഥാർത്ഥമായ സുവിശേഷം എന്ന് പറയുന്നത്. വ്യക്തികളിൽ നിന്ന് ക്രിസ്തുവിലോട്ടുള്ള ദൂരമാണ് യഥാർത്ഥമായ കാര്യം എന്ന് പറയുന്നത്. ഞാൻ ആ ഒരു പോയിന്റ് ഞാൻ അധികം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കർത്താവ് എന്ത് ചെയ്തു? ആ തകർന്നിരിക്കുന്ന കാര്യങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടുവന്നു. അതിനുശേഷമായിട്ട് കർത്താവ് എന്ത് ചെയ്തു? നമുക്ക് വേണ്ടിയിട്ടൊരു സ്ഥലം ഒരുക്കി. ആ സ്ഥലം നമ്മൾ ചർച്ചായിട്ട് മാറിയിരിക്കുന്ന, ഇന്ന് ഭൂമിയിലായിരിക്കും നമ്മുടെ ചർച്ചാണ്. നമ്മൾ കർത്താവിനോടുകൂടെ ഏറ്റവും അധികം ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയിൽ പോകുന്ന കാര്യം മാത്രമല്ല കേട്ടോ. നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കും. മർക്കോസിന്റെ സുവിശേഷത്തിൽ, മത്തായി സുവിശേഷത്തിലൊക്കെ പറയുന്ന കാര്യമുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നുവോ, അല്ലെ, എവിടെ കൂടിയാലും അവിടെ ആരുണ്ട്? ദൈവമുണ്ട്. അപ്പോൾ ആ ഒരു ചിന്ത നമുക്ക് ഇന്ന് ഉണ്ടാകണം. അമീൻ സ്തോത്രം ചെയ്യുന്നു. ആ ഒരു കാര്യത്തെ പറഞ്ഞു വേഗത്തിൽ വളരെ മുന്നോട്ട് പോകട്ടെ. അതിനുശേഷമായിട്ട് ഇതിൻ്റെ എല്ലാം ഒരു കോർണർ, ഇതിൻ്റെ എല്ലാം ഒരു മൂലക്കല്ല് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. ആ ഒരു ഭാഗത്തിലൂടെ നമ്മൾ കടന്നു വന്ന് ഞാൻ ആ ഒരു കാര്യത്തെ, ആ ഒരു പവർ ബാങ്കിൻ്റെ ഇല്ലുസ്ട്രേഷൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ആ ഒരു പവർ ബാങ്ക് കൊണ്ട് ഒത്തിരി ആളുകൾ ചാർജ് ആയതുകൊണ്ടിരിക്കുക അല്ലെ? യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പവർ ബാങ്കിലാണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ എൻ്റെ പ്രിയമുള്ളവരെ? അമേൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ ആ ഒരു ചോദ്യം ചോദിക്കുവാണ്. നമ്മുടെ പവർ ബാങ്കിൽ ഇപ്പോൾ ചാർജ് ഉണ്ടോ? പവർ ബാങ്ക് സാധാരണ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? യാത്ര പോകുമ്പോഴാണ് അല്ലേ? നമ്മൾ വീട്ടിൽ നമ്മൾ പവർ ബാങ്ക് വളരെ റെയർ ആയിട്ട് ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ യാത്ര ചെയ്യുമ്പോൾ അതിനകത്ത് എന്തുണ്ടാകണം? ചാർജ് ഉണ്ടാകണം. ഇന്ന് പകൽക്കാലം നമ്മളൊരു യാത്ര ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അമേൻ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ മാപ്പിനെ കുറിച്ച് പറഞ്ഞത്. ആ യാത്രയെക്കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. അമേൻ സ്തോത്രം ചെയ്യുന്നു. അതിനകത്ത് നമുക്ക് ചാർജ് ഉണ്ടോ എന്ന് നമ്മൾ തന്നെ ഇന്ന് ചോദിക്കുമ്പോൾ അമേൻ സ്തോത്രം ചെയ്യുന്നു, നമ്മളിലൂടെ അനേകരിലോട്ട് ആ ചാർജ് നമുക്ക് ചെയ്യാൻ പറ്റണം. അനേകരുടെ ലൈഫിൽ നമുക്ക് ചലനം ഉണ്ടാക്കാൻ പറ്റണം. അസ്ഥി താഴ്വരെ നിൽക്കുന്ന എസ്കേലിനോട് ദൈവാത്മാവ് ചോദിക്കുക, അല്ല ദൈവം, അല്ല മനുഷ്യപുത്ര, ഈ അസ്ഥികളെ ജീവിക്കുമോ? അപ്പൊ അദ്ദേഹം പറയും, എനിക്ക് അറിയത്തില്ല കർത്താവേ. പക്ഷേ അമേശ്വര ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അസ്ഥികൾ അസ്ഥിയോട് യോജിച്ചതുപോലെ പ്രിയമുള്ളവരെ നമ്മളൊന്ന് എഴുന്നേറ്റാൽ അമേൻ സ്തോത്രം ചെയ്യുന്നത് ചിലത് അമേശ്വരം എഴുന്നേറ്റ് വരണം കേട്ടോ. നമ്മളൊന്ന് എഴുന്നേൽക്കുമ്പോൾ പലരുടെ ജീവിതത്തിനകത്ത് മാറ്റം വരണം കേട്ടോ. അതിന് വേണ്ടിയുള്ള ഒരു പവർ ബാങ്ക് ആയിട്ടാണ് ദൈവം നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തിനാ പവർ ബാങ്ക് ഉപയോഗിക്കുന്നത്? എമർജൻസി സിറ്റുവേഷന് വേണ്ടിയിട്ടാണ്. കർത്താവിന് വേണേൽ ഒറ്റ ദിവസം കൊണ്ട്, കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമോ, ഒറ്റ ദിവസം കൊണ്ട് കാര്യം ചെയ്തുകൂടെ? പക്ഷെ കർത്താവ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അതിൻ്റെ ഭാഗമാക്കി കർത്താവ് നമ്മളെ കണ്ടേക്കുക. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ആ ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു പവർ ബാങ്ക് കൊണ്ട് ഒന്നിലധികം ഫോണുകൾ ചാർജ് ചെയ്ത് അവരുടെ ആ ഒരു പവർ റിസ്റ്റോർ ചെയ്യുന്നത് പോലെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റണം. അനേകരുടെ ജീവിതത്തിൽ നമുക്ക് ചാർജ് ചെയ്യുവാൻ സാധിക്കണം. അടുത്തൊരു ഭാഗത്തോട്ട് ഞാൻ വളരെ വേഗത്തിലൊന്ന് കടന്ന് പോകട്ടെ. അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വന്ന് അത് ഒരു മാറ്റമായിട്ട് മാറുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് 2-ാം അധ്യായം വരുന്നത്. 2-ാം അധ്യായത്തിൻ്റെ ഒരു കൺക്ലൂഷൻ നമ്മൾ PPF-നെ കുറിച്ച് പഠിച്ചു, PSCയെ കുറിച്ച് പഠിച്ചു. എന്ന് പറഞ്ഞാൽ അത് ഒരു കമ്പിവാചകം പോലെ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും എന്തുണ്ടായിരുന്നു? ഒരു പാസ്റ്റ് ലൈഫ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. പക്ഷേ കർത്താവ് നമ്മളെ എന്ത് ചെയ്തു? കൃപയാൽ നമ്മളെ വീണ്ടെടുത്തു. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ചില മതിലുകൾ
പൊളിച്ചു കളഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ ചില മതിലുകൾ പൊളിഞ്ഞിട്ടാണോ ഇതിനകത്ത് ഇരിക്കുന്നത്? അവൻ ശ്രമിച്ചത് പൊളിഞ്ഞിട്ടില്ല എങ്കിൽ അത് പൊളിച്ച് കളയണം. അതിനുശേഷമാണ് നമുക്ക് എന്ത് വന്നു? ഒരു സമാധാനം കിട്ടി. അതിനുശേഷമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ ഭവനത്തിലോട്ട് വരുവാനുള്ള ഒരു ആക്സസ് കിട്ടി. ആ ഒരു രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റും. അവൻ ഒന്ന് ക്രിസ്തുവിലൂടെ നമ്മൾ വീണ്ടെടുത്തു. അത് കൃപ കൊണ്ടാണ്. ആ കൃപ വന്നപ്പോൾ ചില മതിലുകൾ പൊളിഞ്ഞു. അതിനുശേഷമാണ് നമുക്ക് സമാധാനം കിട്ടി. അതിനുശേഷമായിട്ട് ദൈവത്തിൻ്റെ ഭവനത്തിലൂടെ നമുക്കൊരു ആക്സസ് വന്നു. അതിനുശേഷമായിട്ട് നമുക്കൊരു ഫ്യൂച്ചറുണ്ട്. ആ ഫ്യൂച്ചറാണ് നമ്മൾ കർത്താവിൻ്റെ സിറ്റിസണായിട്ട് മാറുന്നത്. അമേരിക്ക നമ്മൾ ഇന്ത്യയുടെ സിറ്റിസണായിപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ UK സിറ്റിസണാ, അല്ലെങ്കിൽ നമ്മൾ USA സിറ്റിസണായിപ്പോൾ, പക്ഷെ നമുക്ക് നിത്യമായൊരു സിറ്റിസൺഷിപ്പ് ഉണ്ട്. അതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യം, ഇളകാത്തൊരു രാജ്യം വരാൻ പോവുക കേട്ടോ. അമേരിക്ക ചെയ്യുന്നു, അതിനകത്ത് നമുക്കൊരു സിറ്റിസൺഷിപ്പ് ഉണ്ട്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യും? ആ ദൈവത്തിൻ്റെ ഫാമിലി ആയിട്ട്, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, വ്യത്യസ്തമായ ജാതികളിലുള്ള, മതങ്ങളിലുള്ള, വർഗ്ഗങ്ങളിലുള്ള, വർണ്ണങ്ങളിലുള്ള, ഗോത്രങ്ങളിലുള്ള ആളുകൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ അവിടെ ഭയങ്കര സന്തോഷമായിരിക്കും. ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ, നമ്മൾ ഇപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് ആരാധിക്കല. അപ്പോൾ ഇപ്പം നമ്മളിവിടെ ആരാധിച്ചില്ലേല്, ഇപ്പം നമ്മളിവിടെ പാട്ട് പാടിയില്ലേല്, അവിടെ പോയി ആരാധിക്കാൻ പറ്റുമോ? അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമുക്കിപ്പോഴേ പള്ളിയിൽ ഇരിക്കുമ്പോഴേ ഉറക്കുക, മീറ്റിങ്ങിൽ ഇരിക്കുമ്പോഴേ ഉറക്കുക. അപ്പോൾ 24 മണിക്കൂർ അവിടെ പോയി പാട്ട് പാടി ആരാധിക്കുമ്പോൾ എന്തോ ആയിരിക്കും അവസ്ഥ? അങ്ങനെ ആ ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്തോണം. അതിനുശേഷമായിട്ട് ക്രിസ്തുവിൽ നമ്മളെ ഉറപ്പിച്ച് നമ്മളെ എന്ത് ചെയ്തു? ആ പഴയ അനുഭവത്തിലൂടെ കർത്താവ് മടക്കി കൊണ്ടുവരിക. ആദാമിനും ഹവ്വയ്ക്കും മുമ്പ് ഭൂമി നശിക്കപ്പെട്ടു എന്നുള്ള കർത്താവ് എന്ത് ചെയ്തു? നമ്മളെ അത് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു മരണം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കർത്താവ് നമ്മളെ എന്ത് ചെയ്തു? ജീവിപ്പിച്ചു. നമ്മൾ അകലെയായിരുന്നു, പക്ഷെ കർത്താവ് നമ്മളെ എന്ത് ചെയ്തു? അടുപ്പിച്ചു. നമ്മൾ ഡിവൈഡ് ചെയ്ത ആളുകളായിരുന്നു, പക്ഷെ കർത്താവ് നമ്മളെ എന്ത് ചെയ്തു? ഒരുമിപ്പിച്ചു. അതിനുശേഷമാണ് നമ്മൾ തകർന്നവരായിരുന്നു, പക്ഷെ കർത്താവ് നമ്മളെ എന്ത് ചെയ്തു? തൻ്റെ മന്ദിരത്തിലോട്ട് കൊണ്ടുവന്നു. ആ ഒരു കാര്യം ഒന്നുകൂടെ ഞാനൊന്ന് പറയാം. നമ്മൾ മരിച്ചവരായിരുന്നു, പക്ഷെ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നു. ആണോ? പക്ഷേ ഈ കാര്യം പറയുമ്പോഴും നമ്മളിപ്പോൾ മരിച്ചാണോ ഇരിക്കുന്നത്? ഈ കാര്യം പറയുമ്പോഴും ഒരുപാട് ദിവസം പറയുക ജീവനുണ്ടെന്നുള്ള പേരേ ഉള്ളൂ, ജീവിച്ചിരിക്കുന്നു എന്നുള്ളൂ, പക്ഷെ മരിച്ചിരിക്കുക. ചിലരങ്ങനെ പറയാറുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ മാറണം. മരിച്ചിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. അകലെയായിരുന്നു, ഇപ്പോൾ വളരെ അടുക്കലാണ്. നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മൾ ഐക്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ തകർന്നിരുന്നു, ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ ഭാഗമായി. ഇത്രയുമാണ് 2-ാം അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. കർത്താവായ യേശുവിലൂടെയാണ് ആ ഒരു കാര്യം എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഈ 2-ാം അധ്യായം തുടങ്ങിയത് മരണത്തിലാണ്, പക്ഷെ അത് അവസാനിക്കുന്നത് എവിടെയാണ്? ഒരു നിത്യതയിൽ ആണ്. പ്രിയമുള്ളവർക്ക് ആ ഒരു ഭാഗം മനസ്സിലായെങ്കിൽ അമേൻസർ നിങ്ങളൊരു തംസപ്പോ കാര്യങ്ങളൊന്ന് കാണിക്കാമോ? 2-ാം അധ്യായത്തെക്കുറിച്ച് അമേൻസർ ഒന്ന് നിങ്ങളുടെ ക്യാമറയിൽ തന്നെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? അവിടെ നമ്മൾ പഠിച്ചു PPF, PSC. അതിനുശേഷമായിട്ട് എന്തുവാ നമ്മൾ പഠിച്ചേ? ആ ഒരു കാര്യത്തിന് ശേഷം നമ്മൾ ചില മതിലുകൾ നമ്മൾ ബ്രോക്കൺ ചെയ്തു, കർത്താവ് നമ്മൾ ഒരുമിപ്പിച്ചു, ദൈവത്തിൻ്റെ ഭവനമാക്കി. മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുക. ഇനി ഇവിടെ നിന്ന് നമ്മൾ 3-ാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ കടക്കുകയാണ്. എന്തെങ്കിലും സംശയമുണ്ടോ പ്രിയമുള്ളവർക്ക്? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? മനസ്സിലാകാത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇല്ല എങ്കിൽ ഞാൻ മുന്നോട്ടേക്ക് കടന്ന് പോകട്ടെ. ഇന്നത്തെ ടോപ്പിക്കാണ് മാപ്പ്. എന്തുവാ പ്രിയമുള്ളവരെ, മാപ്പ് എന്ന് പറയുന്ന കാര്യം കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ആദ്യം ഓടി വന്നത്? മാപ്പ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെയും കൂടെ ഉത്തരങ്ങൾ എനിക്ക് വേണം. എന്നാൽ മാത്രമേ അടുത്തൊരു സെക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ഞാൻ ആ കാര്യത്തിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവസരം തരാം. നമ്മൾ കാറ് വാങ്ങാൻ പോവുകയാണ്. കാറ് വാങ്ങാൻ പോകുമ്പോൾ അവിടെ PSC എഴുതണം. PSC എഴുതണമെങ്കിൽ നമുക്ക് മാപ്പ് വേണം. അപ്പോൾ ആ കാര്യം മനസ്സിലായോ? ഈ 3 അധ്യായത്തെ നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കുന്ന ഒരു കീ ആ ഒരു വേർഡാണ്. കാറ് വാങ്ങാൻ നമ്മൾ പോവുകയാണ്. കാറ് വാങ്ങാൻ നമുക്ക് PSC എഴുതണം. PSC എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മാപ്പ് വേണം. അപ്പോൾ എന്താണ് മാപ്പ്? പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റും. എന്തുവാണ് മാപ്പ്? ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം എന്തോ? നിങ്ങൾ ബാക്കി എല്ലാ കാര്യം മാറ്റി വെച്ചോ. ഇന്ന് ഫ്രീ ആയിട്ടിരിക്കണം. ബാക്കി എല്ലാ കാര്യം മാറ്റി വെച്ച് നിങ്ങൾ മാപ്പിനെ കുറിച്ച് പറയാൻ പോകണം. എന്തുവാ മാപ്പ്? പറയാൻ പറ്റൂ? ആരെങ്കിലും വളരെ വേഗത്തിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. ഈ സ്വർഗത്തിലൊരു പ്രത്യേകതയുണ്ട്. കർത്താവ് അവിടെ ചെല്ലുന്ന സമയത്ത് കർത്താവ് ആദ്യം ഉത്തരം പറയുന്നവരെ പിടിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ളവരെ പോയിട്ട് സമ്മാനം വാങ്ങും. ബാക്കിയുള്ളവരോട് പ്രതിഫലം വാങ്ങുമ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മളിങ്ങനെ അവിടെ നോക്കി ഇങ്ങനെ ഇരിക്കും. അത് മാറണം. ചാടി നല്ല ചില്ലായിട്ട് ആക്റ്റീവായിട്ടെന്ന് പറഞ്ഞാൽ എന്തുവാ മാപ്പ് എന്ന് പറയുന്ന കാര്യം കേൾക്കുമ്പോൾ മനസ്സിലോട്ട് വരുന്നത്? എന്തെങ്കിലും കാര്യം മ്യൂട്ട് മാറ്റി പറയാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞാട്ടെ. എന്താ മാപ്പ്? മാപ്പ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് പെട്ടെന്ന്
മനസ്സിലോട്ട് വരുന്ന വേൾഡ് മാപ്പ്, എവിടൊക്കെ ഏതൊക്കെ രാജ്യങ്ങളാ, വേർ എവരിതിങ് ഈസ് സിറ്റുവേറ്റഡ് ഓർ ദ ലൊക്കേഷൻ. വെൻ യു ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ആ മാപ്പ് ഗീവ്സ് അസ് ഡയറക്ഷൻ. വേറൊരു മാപ്പിനെ കുറിച്ച് ആർക്കെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? നമ്മൾ ആരോടെങ്കിലും മാപ്പ് പറയുന്ന മാപ്പിനെ കുറിച്ച് ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നമ്മൾ ചില സമയത്ത് പറയാം, ഞാൻ പുള്ളിയോട് മാപ്പ് പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ നിങ്ങളുടെ? കാരണം ആ ആശയങ്ങളെ എനിക്ക് ഇതിലൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കർത്താവിൻ്റെ ദാസി പറഞ്ഞ ഉത്തരം വളരെ മനോഹരമായ ഉത്തരമാണ്. വേൾഡ് മാപ്പ്. നമ്മുടെ മാപ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആദ്യം അത് ഓടി വരും. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ മാപ്പ് എന്ന് കേൾക്കുമ്പോൾ? മാപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? മാപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഞാൻ പണ്ട് നമ്മുടെ ഈ മോശപ്പച്ചൻ്റെ കാലഘട്ടത്തിലെ ഗൂഗിൾ മാപ്പ് ഇല്ലാത്തതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുമോ. അന്ന് ഗൂഗിൾ മാപ്പും പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, ദൈവമായിരുന്നു മാപ്പായിട്ട് മുന്നിൽ പോയത്. ഇന്ന് എന്തുകൊണ്ട് നമുക്ക് ഗൂഗിൾ മാപ്പും പല മാപ്പുകളും വന്നപ്പോൾ നമ്മുടെ പല വഴികളും എന്തായിക്കൊണ്ടിരിക്കുക, തെറ്റിക്കൊണ്ടിരിക്കുക. പറഞ്ഞാട്ടെ ആൻറ്റി, പറഞ്ഞു സംസാരിച്ചാട്ടെ. എന്താണ് മാപ്പ്? പറഞ്ഞു എന്ന കാര്യത്തെ അത് പൂർത്തീകരിച്ച് വളരെ വേഗത്തിൽ നമ്മൾ 3-ാം അധ്യായത്തിലൂടെ കടക്കാൻ പോകുക. വഴി അറിയാത്തവർക്ക് വഴി കാട്ടുവാൻ. വഴി അറിയാത്തവർക്ക് വഴി കാട്ടുവാൻ, അതിനു വേണ്ടിയിട്ട് മാപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ മനോഹരമായ ഉത്തരവാണ് പ്രിയമുള്ളവർ നൽകുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. വേറെ ഏതെങ്കിലും ഉത്തരവുണ്ടോ? ഞാൻ ഒരാൾക്കും കൂടെ ഒരു അവസരം തരും, അതിനുശേഷം ഞാൻ ക്ലാസ്സിലോട്ട് കടക്കാൻ പോകുക. വേറെ ഉത്തരവുണ്ടോ? മാപ്പ് ചോദിക്കുക, അത് നല്ലൊരു കാര്യമാണ്. ആ ദൂത് ഏറ്റെടുക്കുന്നവർക്ക് വിടുതലാണ് എന്ന് ഞാൻ തുടക്കത്തിൽ ഒന്ന് പറഞ്ഞ് മുന്നോട്ട് കടന്നു പോവുക. അപ്പോൾ നമ്മൾ മാപ്പിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു കാർട്ടൂണിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ഡോറ ബുജി എന്ന് പറയുന്ന ഒരു കാർട്ടൂണുണ്ട്. അത് വളരെ മനോഹരമായ കാർട്ടൂണാണ്. അപ്പോൾ ഈ ഡോറ വഴി അറിയാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കുന്ന കാര്യമുണ്ട്, മാപ്പ് 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 എന്ന് പറയും. അപ്പോൾ അതൊരു ലൊക്കേഷനെ കുറിച്ച് കാണിക്കുന്ന കാര്യം. നമ്മൾ ഇന്ന് ആ മാപ്പിനെ കുറിച്ചല്ല പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഈ പറഞ്ഞ മാപ്പിനെ കുറിച്ചുമല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷെ അത് അതിൻ്റെ ഒരു ഭാഗമാണ്. അമേരിക്ക നമ്മൾ ആ ഒരു വിഷയത്തിലോട്ടാണ് ഇനി കടക്കാൻ വേണ്ടിയിട്ട് കടന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇല്ലുസ്ട്രേഷനാണ് ഇനി കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ കാര്യത്തിന് എൻ്റെ പ്രിയമുള്ളൂടെ ഒരു ഫുള്ളായിട്ടുള്ള സഹകരണം എനിക്ക് വേണം. മ്യൂട്ട് മാറ്റാത്തൊരു ഇത് സംസാരിക്കണം. ഇപ്പം നമുക്ക് കാണാൻ പറ്റും 4 വഴിയിലോട്ടുള്ള 4 മേഖലയിലോട്ടുള്ള വഴികൾ കാണാൻ പറ്റും. മുന്നോട്ട്, പുറകോട്ട് അല്ലെങ്കിൽ സൈഡിലോട്ടൊക്കെ ആയിട്ടുള്ള വഴികൾ കാണാൻ പറ്റും. നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുക എന്നൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുക. പക്ഷേ നമുക്ക് ഇതിലെങ്ങോട്ട് പോകണം എന്നറിയാത്തൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് എന്ത് വരും? കൺഫ്യൂഷൻ വരും അല്ലേ? ചില സമയത്തൊക്കെ നമ്മുടെ ജീവിതത്തിനകത്തും ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് ഇരിക്കുമ്പോൾ ചില വഴികൾ അറിയാതെയൊക്കെ ആയിരിക്കും നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ അമേശ്വരൻ ഞാനൊരു കാര്യം തുറന്ന് ഞാൻ പറയട്ടെ, നമുക്ക് വഴികാട്ടിയായ നല്ലൊരു ദൈവം കൂടെയുണ്ട്. ആ കർത്താവ് ഇന്ന് ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ട് ചിലരുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ വരുന്ന ദിവസം ഈ രാത്രികാലം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്ന പ്രിയമുള്ളവർ എന്ത് ചെയ്യണം? ക്യാമറ ഓൺ ചെയ്യണം. ഇതൊരു വചന പഠനമാണെങ്കിലും അതിലൂടെ ദൈവികമായ ദൂതുകൾ, ദൈവികമായ ആലോചനകൾ ദൈവാത്മാവ് കൃത്യമായിട്ട് സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ ചോദ്യം ഇതാണ്, ഈ സാഹചര്യത്തിനകത്ത് നിൽക്കുമ്പോൾ ഏത് വഴിയിലൂടെ പോകണമെന്ന് അറിയില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്തുമായിരിക്കും? ഒന്ന് പറയാൻ പറ്റൂ? നമ്മൾ ഇങ്ങനെ ഒരു 4 റോഡിൽ നിൽക്കുമ്പോൾ നമുക്കറിയത്തില്ല എവിടെയാണ് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുമോ? നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ? അത് തലയിലും കൈവച്ചിരിക്കുമോ? കർത്താവ് എന്നാ ചെയ്യാനെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമോ? എന്തോ ചെയ്യുക നമ്മൾ? പറഞ്ഞാട്ടെ. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഡീപ്പ് പോയിന്റോട്ട് എനിക്കിതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയാൻ സാധിക്കും. ഗൂഗിൾ മാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യും. നമ്മൾ ഗൂഗിൾ മാപ്പിനോടൊന്ന് പറയും ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നമുക്കൊന്ന് പോകണം. അപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും അല്ലേ? പക്ഷെ ഞാനൊരു കാര്യം അതിൻ്റെ കൂടി ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, ഇങ്ങനെ വഴികൾ അടഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ വല്ലാതെ ഡിസ്റ്റർബ് ആകും. നമുക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമ്മൾ വല്ലാതെ തകർന്നിരിക്കും. പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് വരും. അങ്ങനെയുള്ളൊരു ഇമേജാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ അതിനുശേഷമായിട്ട് അമേഴ്സൺ ചെയ്യുന്നു, അവർക്കൊരു മാപ്പ് കിട്ടുമ്പോൾ, അവർക്ക് ആ ലൊക്കേഷൻ കിട്ടുമ്പോൾ അവർക്ക് ആ സ്ഥലം എന്താണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ എന്തിനാ ആ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു മാപ്പ് കൊണ്ട് ആ ഒരു കാര്യങ്ങൾ മാറ്റുമെങ്കിൽ നമ്മളിത് പഠിക്കാൻ പോകുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. GPS അല്ലെങ്കിൽ മാപ്പിൻ്റെ ഇല്ലുസ്ട്രേഷനിലൂടെ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ അദ്ദേഹം അത് ലോസ്റ്റ് ചെയ്താലും കൃത്യമായിട്ട് മാപ്പ് എന്ത് ചെയ്യും? അദ്ദേഹത്തെ ഒരു റൈറ്റ് ആയിട്ടുള്ള പാത്തിലോട്ട് കൊണ്ടുവരുന്നത് പോലെ അമേൻ സുരഞ്ഞ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഇന്ന് അമേൻ സുരഞ്ഞ ചില കുടുംബത്തിൻ്റെ അകത്ത് അസാധാരണമായിട്ട് അമേൻ സുര മറ്റ് ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മേഖലയിലോട്ട് കടക്കുമ്പോൾ ദൈവാത്മാവ് കൃത്യമായിട്ട് ഇടപെടുകയാണ്. കർത്താവ് ഇന്ന് പകൽക്കാലം ഏതെങ്കിലും നഷ്ടപ്പെട്ട ആളുകൾക്ക് ചിലത് തിരിച്ചു വരാൻ പോകുകയാണ്. അമേൻ സുര നഷ്ടപ്പെട്ട സമാധാനത്തെ, നഷ്ടപ്പെട്ട സന്തോഷത്തെ, നഷ്ടപ്പെട്ട അമേൻ സുര മനോഹരമായ നിമിഷങ്ങളെയൊക്കെ കർത്താവ് ഇന്ന് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. എത്ര പേർക്ക്
അമേൻ സ്വരം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പറയുവാൻ സാധിക്കും, കർത്താവെ ആ അനുഭവത്തിലൂടെ എന്നെ ഒന്ന് മടക്കി വരുത്തണമേ. എൻ്റെ ജീവിതത്തിനകത്ത് അമേൻ സ്വരം പ്രിയമുള്ളവരെ ഇന്ന് അത് മറ്റുള്ളവരോടൊന്നും നിങ്ങൾ പറയേണ്ട. ഈ ക്ലാസ്സിനകത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾ തന്നെ തുറന്ന് പറയണം, കർത്താവ് ഇതാണ് എൻ്റെ വിഷയം, ഇതാണ് എനിക്ക് വഴി കാണാതിരിക്കുന്ന മേഖല, ഇതിലാണ് ഞാൻ വല്ലാതെ അമേൻ സ്വരം ചെയ്യുന്ന മാർഗം അമേൻ ഇല്ലാതെ ഇരിക്കുന്നത്. അത് തലമുറയോടുള്ള ബന്ധത്തിലായിരിക്കാം, നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തിലായിരിക്കാം. പക്ഷെ അതിനകത്ത് ഇന്ന് കർത്താവ് വഴി കാട്ടുമെന്ന് അമേൻ സ്വരം നമുക്കൊരു ഉറച്ച ബോധ്യം ഉണ്ടാകണം. അമേൻ സ്വരം ആ ബോധ്യമുള്ള പ്രിയമുള്ളവരൊന്ന് അമേൻ സ്വരം കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി ചില വഴികളെ തുറക്കും. കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി ചില വഴികളെ അമേൻ ഒരുക്കുമ്പോൾ അതൊരു മനുഷ്യനും അടച്ചു കളയുവാൻ കഴിയത്തില്ല. അതൊരു മനുഷ്യനും അമേൻ സ്വരം ചെയ്യുന്നു അത് മാറ്റിവെക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ ദൈവം എനിക്ക് വേണ്ടി ചില വഴികളെ ഇന്ന് തുറക്കും എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകണം. അവിടെ നിന്ന് വളരെ വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പ്രിയമുള്ളവരെ, മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ മാപ്പ് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മനസ്സിലായോ? പക്ഷേ ഇന്ന് നമ്മൾ അവൻ സ്വരം ചെയ്യുന്നു, നമ്മളിൽ മാപ്പുണ്ട്, നമ്മളിൽ വഴികാട്ടിയായ കർത്താവുണ്ട്. അത് യോഹന്നാൻ 14:6 പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. പക്ഷേ ആ മാപ്പ് അവൻ നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമ്മൾ വഴി തെറ്റി പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകണം എന്താണ് മാപ്പ് എന്ന് പറയുന്ന കാര്യം. മാപ്പ് എന്ന് പറയുന്ന കാര്യത്തിന് ഞാൻ കൊടുക്കുന്ന ഡെഫിനിഷൻ, മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ചില ചരിത്രപരമായ ചില കാര്യങ്ങൾ, MAP. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. MAP അത് നിങ്ങൾക്ക് മുകളിൽ എഴുതിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. M എന്ന് പറഞ്ഞാൽ മിസ്റ്ററി, അതെന്ന് പറഞ്ഞാൽ ചരിത്രം അല്ലെങ്കിൽ ചില പ്രത്യേകമായ സുപ്രധാനമായ കാര്യങ്ങൾ, ചില രഹസ്യങ്ങൾ. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മാപ്പിൻ്റെ M മിസ്റ്ററി. A എന്ന് പറഞ്ഞാൽ ആക്സസ്, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്കത് തിരിച്ച് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അമൻ കർത്താവിനെയാണ് നമ്മൾ ഓരോരുത്തരും സേവിക്കുന്നത്. അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, സമ്പന്നൻ എന്ന വ്യത്യാസമില്ല, അമൻ സ്വരം ചെയ്യുന്ന ചെറുപ്പക്കാരൻ എന്ന വ്യത്യാസമില്ല, അമൻ സ്വരം യാതൊരു വ്യത്യാസവും ഇല്ലാതെ അവിടെ യഹൂദൻ എന്നില്ല, യവനൻ എന്നില്ല, സ്ത്രീ എന്നില്ല, പുരുഷൻ എന്നില്ല, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നമുക്ക് ചില ഗസ്റ്റിനെയൊക്കെ കിട്ടണമെങ്കിൽ ഇന്ന് നടന്നൊരു എക്സാമ്പിളിലൂടെ തന്നെ ഒരു കാര്യത്തെ തുറന്ന് സംസാരിക്കട്ടെ. പ്രിയ ജെയിനാൻറ്റി എന്നെ ഇന്ന് ഒരു 5:30 കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു 3-4 തവണ എന്നെ വിളിച്ചു. പക്ഷെ ആ സമയത്ത് എൻ്റെ നെറ്റ് ഓഫായിരുന്നു. അമേൻ സ്വരം ചെയ്യുന്നു, നെറ്റ് ഓഫ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കോള് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറയുക, എന്നാന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മളൊക്കെ അമേൻ സ്വരം ചെയ്യുന്ന പല ആളുകളെ വിളിക്കുമ്പോൾ അമേൻ സ്വരം അവരെന്ത് ചെയ്യാറില്ല, ആക്സസ് ചെയ്യാറില്ല, അവർ ബിസി ആയിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ കർത്താവ് 24 മണിക്കൂറും 7 ദിവസവും നമ്മൾ വിളിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ ആക്സസ് ആകുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ. ആ കർത്താവാണ് ഇന്ന് പകൽക്കാലം നമുക്ക് വഴികാട്ടിയായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ കാര്യം, അത് ദൈവം എന്ത് ചെയ്തു, ഒരു ഹിഡൻ ആയിട്ടുള്ള കാര്യത്തെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി. രണ്ടാമത്തെ കാര്യം, ആക്സസ്, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, പവർ. ഗോഡ്സ് പവർ വർക്ക്സ് വിത്തിൻ ബിലീവേഴ്സ് ബിയോണ്ട് ഇമാജിനേഷൻ. ദൈവത്തിൻ്റെ ശക്തി അത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് നമുക്ക് ഇവിടെ പ്രവർത്തിക്കും. അവൻ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലൂടെ നമ്മൾ കടക്കുവാൻ പോകുമ്പോൾ ഇന്ന് ഏറ്റവും അധികം പ്രാർത്ഥനയോടെ പ്രിയമുള്ളവർ ആയിരിക്കണം. അപ്പം ഞാൻ ആ ഒരു കാര്യത്തെ വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അമേൻ സ്വരം മാപ്പില്ലാത്ത സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ഫിയർ ഉണ്ടായിരുന്നു, നമ്മളൊരു എംപ്റ്റി ആയതുപോലെ തോന്നുമായിരുന്നു. പക്ഷേ ആ മാപ്പ് വന്നതിന് ശേഷമായിട്ട് ആ കർത്താവ് നമുക്ക് വഴികാട്ടിയായി നിന്ന സമയത്ത് അദ്ദേഹം നമുക്ക് എന്ത് ചെയ്തു, പല കാര്യങ്ങളും നമുക്ക് സമാധാനം നൽകി, നമുക്ക് സ്നേഹം ഉണ്ടായി, നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടായി. അപ്പോൾ ചോദ്യം ഇതാണ്, നമ്മൾ ഒരു മാപ്പ് പോലെയല്ല, നമ്മൾക്ക് വേണ്ടിയിട്ട് കർത്താവ് തന്നെ വഴികാട്ടിയായിട്ട് വരുമ്പോൾ കർത്താവ് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ. അമേൻ സ്വരം ചെയ്യുന്നു, ആരും പറഞ്ഞു തരാത്ത ചില വിഷയങ്ങൾ, ആരും സംസാരിക്കാത്ത ചില വിഷയങ്ങൾ, അത് കർത്താവ് തന്നെ അമേൻ സ്വരം ചെയ്യുന്നു. അമേൻ സ്വരം ചെയ്യുന്നു വഴി കാണിച്ചു തരുമ്പോൾ ഈ ഒരു ഇമേജിൽ ഞാനൊരു സൂം ഔട്ട് ചെയ്യുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ വേ ടു ഗോഡ്സ് പ്രസൻസ്. അവിടെ റീകാൽക്കുലേറ്റിംഗ് എന്ന് പറയുന്നൊരു കാര്യം കാണാൻ പറ്റും. ചില സമയത്ത് നമ്മൾ നെറ്റ് ഓഫ് ആക്കിയിട്ട് നമ്മൾ ആ മാപ്പിലോട്ട് എടുക്കുമ്പോൾ ആ ഒരു കാര്യം കാണാൻ പറ്റും. റീകാൽക്കുലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷൻ എങ്ങനെ അതെന്ത് ചെയ്യുക, അതൊന്നുകൂടെ എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ ഇന്ന് നമ്മളിൽ ചിലതിൻ്റെയൊക്കെ അമേൻ സ്വരം ചെയ്യുന്ന ഭവനത്തെ അമേൻ ചില കാര്യങ്ങളൊക്കെ കർത്താവ് എന്ത് ചെയ്യാൻ പോകുക, റീകാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണ് ഇന്നത്തെ ടോപ്പിക്ക്? മാപ്പ്. മാപ്പ് എന്ന് പറഞ്ഞാൽ മിസ്റ്ററി, ആക്സസ്, പവർ. മിസ്റ്ററി, ആക്സസ്, പവർ. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ദൈവത്തെ കർത്താവിനെ കുറിച്ചുള്ള ചരിത്രം അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ചുള്ള രഹസ്യം. രണ്ടാമത്തെ കാര്യം ആക്സസ്, അതെല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം പവർ. അവിടെ നിന്ന് വളരെ വേഗത്തിൽ ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. ഇത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അടുത്ത സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നതുകൊണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ഒരു സമ്മറിയാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്.
എഫേസ്യ ലേഖനത്തിൻ്റെ ഒരു സമ്മറിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ, നമുക്ക് ഇതിൽ 21 വാക്യമുള്ളൂ. 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ ആ ഒരു ചരിത്രം എന്താണ്, അല്ലെങ്കിൽ ആ രഹസ്യം എന്താണ് എന്നൊരു കാര്യം റിവീൽ ചെയ്യുകയാണ്. ആ ഒരു ചരിത്രം എന്താണ് എന്നൊരു കാര്യം റിവീൽ ചെയ്യുന്നത്, മിസ്റ്ററി റിവീൽഡ്. അതാണ് 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നും ക്രിസ്തുവിൻ്റെ സഭയുടെ അംഗമാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെയാണ്. ആ ഒരു ഭാഗം മനസ്സിലായെന്ന് ചിന്തിക്കുക. 1 തൊട്ട് 6 വരെ ആ മിസ്റ്ററി റിവീൽ ചെയ്തു. അതിനുശേഷമായിട്ട് 7 തൊട്ട് 13 വരെ അപ്പോസ്തലനായ പൗലോസും അദ്ദേഹത്തിൻ്റെ കഷ്ടതയുമാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസും അദ്ദേഹത്തിൻ്റെ കഷ്ടതയും. അപ്പോൾ ഇന്ന് കഷ്ടതയിലായിരിക്കുന്ന പ്രിയങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കഷ്ടതകൾക്ക് നന്ദി പറയാൻ പറ്റുമോ നമുക്ക് ഇന്ന്? കാരണം കഷ്ടതയിലായത്, സങ്കീർത്തനത്തിൽ പറയുന്നൊരു കാര്യമാണ്, കഷ്ടതയിലായതുകൊണ്ട് നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ എനിക്ക് കാരണമായി. പറയാൻ പറ്റുമോ കർത്താവേ, ചില കഷ്ടതയിലൂടെ ഞാൻ കടന്നു പോയതുകൊണ്ട്, ചില പ്രത്യേകമായ മേഖലയിലൂടെ ഞാൻ കടന്നു പോയതുകൊണ്ട്, ചില പ്രത്യേകമായ തലത്തിലൂടെ ഞാൻ കടന്നു പോയതുകൊണ്ട് അത് ക്രിസ്തുവിനെ അറിയുവാനുള്ള കാരണമായിട്ട് മാറിയെന്ന് എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും? കഷ്ടത വരുമ്പോൾ നമ്മൾ ഓടി വിളിക്കും, കഷ്ടത വരുമ്പോൾ നമ്മൾ വല്ലാതെ തകർന്നു പോകും. പക്ഷേ ദൈവാത്മാവ് നമ്മളോട് പറയുക, അമ്മേൻ പറഞ്ഞു, ആ കഷ്ടതയാണ്. അമ്മ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമ്മൾ ആരും ആക്സിഡൻ്റ് അല്ല കേട്ടോ. നമ്മൾ ആരും ആക്സിഡൻ്റ് അല്ല. ഇന്ന് മീറ്റിംഗിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും ആക്സിഡൻ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. ദൈവം മുൻ നിയമിച്ച ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്ന ഇത്രയും പേര് ഒരുമിച്ച് ആയിരിക്കുന്നത്. ഞാൻ ആ ഒരു കാര്യത്തെ അഭിനയം ഒരിക്കൽ എഴുതിയൊരു ചിന്ത ഇങ്ങനെ, ആക്സിഡൻസ് ആർ ജസ്റ്റ് ഇൻസിഡൻസ് ദാറ്റ് കണക്ട് വിത്ത് ഗോഡ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ചില അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിസ്തുവായിട്ട് കണക്ട് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയമുള്ളവർക്കും അത് പറയാൻ പറ്റും. ചിലർ മാറിപ്പോയപ്പോൾ കർത്താവിനോട് നമ്മൾ കൂടുതൽ അടുത്തു, ചിലർ നമ്മളെ മാറ്റി നിർത്തിയപ്പോൾ കർത്താവിനോട് നമ്മൾ കൂടുതൽ അടുത്തു. നമ്മുടെ രോഗത്തിലൂടെ കടന്നു പോയപ്പോൾ അതുവരെ പ്രാർത്ഥിക്കാത്ത നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എക്സാം എഴുതുന്ന പിള്ളേർ ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്നാന്ന് പറയുമ്പോൾ, നാളെ +2 റിസൾട്ട് വരുമ്പോൾ കേരളത്തിൽ പിള്ളേർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവേ full A+ ഒന്നും വേണ്ട, അത്യാവശ്യം തട്ടിയും മുട്ടിയൊക്കെ ഒന്ന് പാസ്സാക്കിയാൽ മതി. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യും, പിന്നെ എപ്പോഴാണ് കർത്താവിനെ കാണുന്നത്? അടുത്ത എക്സാം വരണം. നമ്മുടെ ഒരു പ്രത്യേകത ഏതാ, എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ഭയങ്കര ആത്മീയതയാണ്, രോഗം വരുന്ന സമയത്ത് ഭയങ്കര ആത്മീയതയാണ്. അന്ന് കർത്താവിനോട് മാത്രമേ നമ്മൾ സംസാരിക്കത്തുള്ളൂ. രോഗമൊന്ന് മാറിക്കഴിഞ്ഞാൽ, നമ്മുടെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ കർത്താവിനെ പിൻപറ്റുന്നുണ്ടോ? അപ്പോൾ കഷ്ടതയിൽ ദൈവത്തിന് എന്ത് പറയണം? നമ്മൾ നന്ദി പറയണം. 2 ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ ആ മിസ്റ്ററി അത് റിവീൽ ചെയ്തു. ഈ നോട്ട് നിങ്ങൾ അതിനുശേഷം അവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും. 7 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ മിനിസ്ട്രിയും അദ്ദേഹത്തിൻ്റെ കഷ്ടതയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷമായിട്ട് അതിൻ്റെ 14 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ഭാഗമായതുകൊണ്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥനയാണ്. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിക്കണം അല്ലേ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരിക്കൽ ഞാൻ ബൈബിൾ കോളേജിൽ ഇരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് എനിക്ക് നൽകിയ ചിന്ത ഇങ്ങനെയാണ്, prayer is the power that covers all our worries. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്, അത് നമ്മുടെ സകല പ്രശ്നങ്ങളെയും കവർ ചെയ്യുന്നു. ഈ രാത്രികാലം എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്? ആ പ്രാർത്ഥന ഒരു ശക്തിയായിട്ട് മാറുമ്പോൾ ചെയ്യുന്ന എന്നിലെ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ ആ പ്രാർത്ഥനയ്ക്ക് കഴിയും. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, എൻ്റെ ജീവിതത്തിലെ ആ ശക്തി വെളിപ്പെടുമ്പോൾ എന്നിലെ വ്യക്തി ഇന്ന് രൂപാന്തരപ്പെടും. ഈ ക്ലാസ്സിൽ 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളോട് ഇടപെടുക. പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് വല്ലാതെ ഡിസ്റ്റർബഡ് ആകുന്ന, പ്രാർത്ഥിക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. അവരോട് ദൈവാത്മാവ് ഇടപെടുക. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ചില വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കും. നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ നടക്കും. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയാം. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞോട്ടെ. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ ആ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് ഈ വാഹനത്തിലൂടെ ഒരു 400 മീറ്റർ ഡിസ്റ്റൻസ് വരും. അത്രയും ദൂരം നടക്കേണ്ടതായിട്ട് വരും. അത്രയും നടക്കുന്ന സമയത്ത് രാവിലെ നടന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ സൺഡേ ആണ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് സാറ്റർഡേയിലൂടെ ഷിഫ്റ്റ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തു. ഞങ്ങൾ സാധനം കൊണ്ടുവരാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് വെയിൽ, വണ്ടി ഇരിക്കുന്ന ഭാഗത്ത് മഴ.
അപ്പോൾ ആ സമയത്ത് എന്നാ ചെയ്യുക? ആ സമയത്ത് സാധനങ്ങളൊന്നും നനയാൻ പാടില്ല, ഒന്നും ആ ഒരു രീതിയിലാകാൻ പാടില്ല. ഒറ്റ കാര്യം, കർത്താവ് കൈ ഉയർത്തി ഇങ്ങനെ ഒറ്റപ്പെടുത്തുക. അവിടെ കർത്താവിൻ്റെ ഒറ്റ പ്രാർത്ഥന, കർത്താവ് ഇവിടുന്ന് വിടുന്ന സമയത്ത് മഴ കൊണ്ട് നനഞ്ഞു പോകാൻ ഇടയാകരുത്. എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല പ്രിയമുള്ളവരെ. മഴ അവിടെ നിന്നു. അവൻ പറഞ്ഞു വന്നത് എന്തിനാന്ന് വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അത് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചും അമിത്സം അതിന് ശക്തിയുണ്ട്. അതേ സമയത്ത് തന്നെ ചില സമയത്ത് ചില എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ വിളിക്കത്തില്ലേ, കർത്താവെ അങ്ങ് കാത്തോണെ കേട്ടോ, കർത്താവെ അങ്ങ് പ്രവർത്തിച്ചോണെ കേട്ടെ, ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ആ പ്രാർത്ഥനയുടെ അമിത്സം ചെയ്തു. ഇന്ന് ചിലരുടെ ജീവിതത്തിനകത്ത് ദൈവാത്മാവ് കൃത്യമായിട്ട് ഇടപെടുക. പ്രാർത്ഥനയുടെ അമിത്സം റെസ്റ്റോറേഷൻ ചിലരുടെ മേൽ ഇന്ന് രാത്രികാലം നടക്കുന്ന രാത്രികാലമാ. ഇന്നലെ വരെ പ്രാർത്ഥിച്ചതുപോലെയല്ല അമിത്സം ഈ കാലഘട്ടത്തിന്റെ ശബ്ദമായിട്ട് അമിത്സം ചിലതിനെ ചലിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് പറയട്ടെ. ജോൺ വെസ്ലി എന്ന് പറയുന്ന ആ ഒരു സഹോദരനെ കുറിച്ച് നമുക്കറിയാം. ഇംഗ്ലണ്ടിൽ വലിയൊരു റിവൈവൽ കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം റിവൈവൽ നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ സൂസന്ന വെസ്ലി എന്ന് പറയുന്ന ഒരു മാതാവിനെ കുറിച്ച് പലരും മറന്നുപോയൊരു ചരിത്രമുണ്ട്. ആ മാതാവിനെയാണ് ഉണർവിന്റെ മാതാവ് എന്ന് പറയുന്നത്. എന്തോ പ്രത്യേകത അറിയാവോ? ഇദ്ദേഹം ഈ റിവൈവലിന് വേണ്ടി പോകുമ്പോൾ ഈ മാതാവ് പ്രാർത്ഥിക്കുക. എന്തിനാ പറഞ്ഞെന്നറിയാമോ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയ മാതാക്കളെ, നമ്മൾ പ്രാർത്ഥിച്ച ചില ഉണർവ് നടക്കും കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില തലമുറ എഴുന്നേൽക്കും കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമേൻസ്വരം ചിലത് പുറത്ത് വരും കേട്ടോ. അതാ അഭിഷേകത്തിന്റെ പ്രത്യേകത. അമേൻസ്വരം ചെയ്യുന്നു. അങ്ങനെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അമേൻസ്വരം എന്നിലൂടെ ഒരു ഉണർവ് നടക്കണം കർത്താവേ, എന്നിലൂടെ ഒരു തലമുറ പുറത്തോട്ട് വരണം കർത്താവേ, എന്നിലൂടെ ഒരു കൂട്ടം ആളുകൾ ക്രിസ്തുവിനെ അറിയണം കർത്താവേ. ചില മാതാക്കൾ ഇന്ന് രാത്രികാലം അങ്ങനെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ചില സഹോദരങ്ങൾ ഇന്ന് രാത്രികാലം അങ്ങനെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനാപ്പായുടെ അകത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിടുതലുകൾ നടക്കുവാനിടയായി. മനസ്സിലാകുന്നുണ്ടോ? അതാ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്. 14 തൊട്ട് 19 വരെ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഭാഗം. 14 തൊട്ട് 19 വരെ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥന. അതിനുശേഷമായിട്ട് 20-21 വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു കൺക്ലൂഷൻ ആണ്, അതൊരു ക്ലോസിംഗ്, അതൊരു അഷുറൻസ്. നമുക്കൊക്കെ ഉള്ള ഒരു അഷുറൻസ്. ആ അഷുറൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ വായിക്കും. 20ാമത്തെ വാക്യം പറയാം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് അമേൻസ്വരം എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാപരിക്കുന്ന ശക്തി അമേൻസ്വരം അത് കേവലം ഒരു വ്യക്തിയല്ല. ആ ശക്തിക്ക് ചിലതിനെ മാറ്റുവാൻ സാധിക്കും, ആ ശക്തിക്ക് ചില വഴികളെ തുറക്കുവാൻ സാധിക്കും, ആ ശക്തിക്ക് അമേൻസ്വരം നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയും. അമേൻസ്വരം ആ ഒരു അഷുറൻസ് ആണ് ഭക്തനായ പൗലോസ് നമുക്ക് നൽകുന്നത്. അത് ആരംഭിക്കുന്നത് ഒരു മിസ്റ്ററിയിലാണ്. ഞാനൊരു കമ്പിവാചകം കൂടെ ഒന്നുകൂടെ പറയാം. 1 തൊട്ട് 6 വരെ അതൊരു മിസ്റ്ററിയാണ്. അതിനുശേഷമായിട്ട് 7 തൊട്ട് 13 വരെ അപ്പോസ്തലനായ പൗലോസിന്റെ കഷ്ടതയാണ്. അതിനുശേഷമായിട്ട് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയാണ്. ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉള്ള, പൗലോസ് എഫെസോസ് സഭയ്ക്ക് വേണ്ടി എഴുതിയതാണെങ്കിലും അത് നമുക്കും കൂടി ഉള്ള വാഗ്ദത്തം കേട്ടോ. അതിൽ പറയുന്ന ഒരു കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും, എൻ്റെ പ്രിയമുള്ളവരെ, ചില സമയത്തൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ആ ഒരു സമയത്ത് വീട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് പ്രാർത്ഥിച്ച കാര്യം, വലിയൊരു മുട്ടൻ അലമാരയുണ്ട്. അലമാരയാണെങ്കിൽ അത് പണ്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നത് കൊണ്ട് അന്ന് കൊണ്ടുവന്ന പാട് നമുക്കറിയാം. അപ്പോൾ വഴിയില്ലാത്ത വിധം എങ്ങനെ കൊണ്ടുപോകുന്ന അറിയത്തില്ല. പക്ഷേ നമ്മളെ കുറിച്ച് കസിൻസും സഹോദരങ്ങളും എല്ലാവരും കൂടെ വന്ന് അതിനെ കൂളായിട്ട് സംഭവം എടുത്തുകൊണ്ട് പോയപ്പോൾ എൻ്റെ മനസ്സിൽ എന്തുവായി, ഒരു ഫ്രീ ആയെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെയാണ്. അത് നടക്കുന്നത് വരെ നമ്മുടെ ഹൃദയത്തിനകത്ത് വലിയ ചോദ്യമാണ് അല്ലേ? പക്ഷെ അതിനൊക്കെ എന്ത് ചെയ്യും? കർത്താവിന് ഉത്തരം നൽകുവാൻ സാധിക്കും. അപ്പോൾ വളരെ വേഗത്തിൽ നമ്മൾ മുന്നോട്ടേക്ക് കടന്നു പോവുകയാണ്. അമേൻസ്വരം ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അതിന് മുമ്പായിട്ട്, കഷ്ടത ഇഷ്ടപ്പെടുന്ന പ്രിയമുള്ളവർ ഇതിനകത്തിരിക്കുന്നുണ്ടോ? കഷ്ടത ഇഷ്ടപ്പെടുന്ന പ്രിയമുള്ളവർ ഇതിനകത്തിരിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ എന്ത് പറയും? നമ്മൾ എന്നാ പറയുന്നത്? കഷ്ടത അല്ലെങ്കിൽ വേറെ വല്ല ആണെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു അല്ലേ? പക്ഷെ കഷ്ടത ഇഷ്ടപ്പെടണം കേട്ടോ. കഷ്ടത ഇഷ്ടപ്പെട്ടാൽ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കും. കഷ്ടത ഇഷ്ടപ്പെടുമ്പോഴാണ് ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മൾ പഠിക്കുക. കഷ്ടത ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കുക. കഷ്ടത ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ സാഹചര്യത്തിലൂടെ അനേകരെ നമുക്ക് ക്രിസ്തുവിനോട് കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ ഒരു ഇല്ലുസ്ട്രേഷനോട് നമ്മൾ കിടക്കാൻ പോവുക. അതിന് മുന്നോടിയായിട്ട് ഈ അപ്പോസ്തലനായ പൗലോസ് ആണ് നമ്മുടെ ഇന്നത്തെ സഭയുടെ പാസ്റ്ററെങ്കിൽ പുള്ളിയുടെ പ്രസംഗം എന്തുമായിരിക്കും? പുള്ളിയുടെ പ്രസംഗം മൊത്തം കഷ്ടതയെക്കുറിച്ചായിരിക്കും. നമ്മൾ ആമേനും പറയത്തില്ല, നമ്മൾ ഹല്ലേലൂയയും പറയത്തില്ല, നമ്മളൊരു കാര്യം പറയത്തില്ല. പക്ഷെ ആ മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട്, കഷ്ടതയിലായതുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത്, കഷ്ടതയിലായതുകൊണ്ടാണ് എനിക്ക് വേറെ ആർക്കും കിട്ടാത്ത വെളിപ്പാടുകൾ കിട്ടിയത്, കഷ്ടതയിലായതുകൊണ്ടാണ് അമേൻസ്വരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് പകൽ അമേൻസ്വരം ചെയ്യുന്നു. ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ, എന്നാണെന്നറിയാമോ? ഈ വെളിപ്പാട് പുസ്തകത്തിൽ അമേൻസ്വരം ചെയ്യുന്ന യോഹന്നാന് വെളിപ്പാട് കിട്ടിയത് കഷ്ടതയിലായപ്പോഴാണ്. പത്മോസിന്റെ ദ്വീപിൽ താൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയപ്പോഴാണ് ആ മനുഷ്യന് വേറെ ആർക്കും കിട്ടാത്ത ചില വെളിപ്പാടുകൾ കിട്ടി. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ, വേറെ ആരും പ്രസംഗിക്കാത്ത രീതിയിൽ, വേറെ ആർക്കും മനസ്സിലാക്കാത്ത രീതിയിൽ ചില മർമ്മങ്ങൾ ദൈവം എനിക്ക്
മനസ്സിലാക്കി തരണം. ആ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചില പ്രത്യേകമായ പ്രൊസീജിയറിലൂടെ കടന്ന് പോകണം. ഞാനൊരു കാര്യം അതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് പറഞ്ഞോട്ടെ. ആമേൻ. നമ്മൾ ഇനി ചിന്തിക്കുവാൻ പോകുന്ന ഒരു കാര്യം ഇതാണ്, അപ്പോസ്തലനായ പൗലോസ് എന്തിനാണ് അദ്ദേഹം ഈ സഫറിങ്ങിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? അത് ജസ്റ്റ് ഒരു കീ പോയിന്റ് പറഞ്ഞ് നമ്മൾ ആ 3-ാം അധ്യായത്തിലൂടെ കടക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ വൈ പോൾ മെൻഷൻസ് ഹിസ് സഫറിങ്. എന്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ കഷ്ടതയെക്കുറിച്ച് അവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്? അദ്ദേഹം തൻ്റെ വിശ്വാസികളുടെ ഹൃദയത്തെ കഠിനമാക്കുവാൻ വേണ്ടിയിട്ടില്ല, അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കഷ്ടതയില്ല, പക്ഷേ എനിക്ക് വേണ്ടി ഒരു ക്രിസ്തു ഉണ്ട്. ഞാൻ ഭാരത്തില്ല, പക്ഷേ എനിക്ക് എന്നെ അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ഒരു സഫറിങ് ആണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മിഷനുള്ള ഒരു കാര്യമായിട്ട് മാറിയത്. അത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ചങ്ങലയാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ സാധിപ്പിച്ചത്? ചില സുവിശേഷങ്ങൾ, ചില അദ്ദേഹത്തിന് ചില ഗോസ്പലായിട്ട് മാറുവാൻ ഇടയായി തീർന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചില ചങ്ങലകൾ ഉണ്ടെങ്കിൽ, അപ്പം ഇതുവരെ നമ്മൾ പഠിച്ച എന്തുപോലെ ഈ ചങ്ങല പൊട്ടണമെന്ന് നോക്കിയാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. പക്ഷേ ഈ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ചങ്ങലകൾക്ക് നമ്മൾ നന്ദി പറയണം, ചില കഷ്ടതകൾക്ക് നമ്മൾ നന്ദി പറയണം. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ സ്റ്റേജ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ദൈവം എന്ത് ചെയ്തു? അവന് വേണ്ടിയിട്ട് ജയില് അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് ആക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൽ സ്റ്റേജ് കിട്ടിയില്ല എങ്കിലും ദൈവം ഒരുക്കുന്നിടത്ത് നമ്മൾ അവൈലബിൾ ആകണം. അങ്ങനെ അവൈലബിൾ ആകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടിയിട്ട് നമ്മളിലൂടെ അത്ഭുതകരമായ കാര്യങ്ങളെ ചെയ്യും. അതിനുശേഷമായിട്ട് നാലാമത്തെ കാര്യം ഇങ്ങനെയാണ്, ഗോസ്പല് സ്പ്രെഡ് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. തൻ്റെ കഷ്ടതയെക്കുറിച്ച് പറഞ്ഞതിലൂടെ ഒത്തിരി മേഖലയിൽ ഗോസ്പല് സ്പ്രെഡ് ചെയ്തു. 4 കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞത്. അതൊരു കമ്പിവാചകം പോലെ ഞാൻ പറയട്ടെ. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ സഫറിങ് ആണ് അത് ദൈവത്തിൻ്റെ മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറിയത്. രണ്ടാമത്തെ കാര്യം, ചങ്ങലകൾക്ക് പോലും ആ മനുഷ്യനെ. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ചങ്ങലകൾക്ക് പൗലോസിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല, പക്ഷെ നമ്മുടെ തലവേദനയ്ക്ക് ഇന്ന് നമ്മളെ തോൽപ്പിക്കാൻ പറ്റും അല്ലേ? നമ്മുടെ പണിക്ക് ഇന്ന് നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ലേ അല്ലേ? നമ്മളെ തോൽപ്പിക്കുന്ന ഘടകവും അത്. ചങ്ങല പൗലോസിനെ തോൽപ്പിച്ചില്ല, പക്ഷെ ചെറിയൊരു തലവേദന വരുമ്പോൾ നമ്മൾ എന്താ പറയും? ആ ക്യാൻസർ എന്ന് പറയുന്ന ആളുകൾ പോലും ഉണ്ടെന്നേ നമ്മുടെ ഇടയിൽ. ചെറിയൊരു തലവേദന വരുമ്പോൾ ക്യാൻസറാണ്, ഞാൻ തട്ടിപ്പോകുമെന്ന് പറയുന്ന അമ്മാമ്മമാരും അച്ചായന്മാരും നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസിന്റെ ചെയിനിന് പോലും അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിടുന്ന ഒരു കഷ്ടതയ്ക്കും നമ്മളെ തകർക്കുവാൻ കഴിയത്തില്ല. ആ ഒരു ബോധ്യം ഉണ്ടാകണം. അതിനുശേഷം നമ്മുടെ 3-ാമത്തെ പോയിന്റ്, അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ആ പ്രിസൺ, കാരാഗ്രഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ജോസഫ് അങ്ങോട്ട് കടന്നുപോയ സമയത്ത്, അദ്ദേഹം ആ തടവറയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തെ ദൈവം എന്ത് ചെയ്തു? അവിടെ തലയാക്കി വെച്ചു, അവിടുത്തെ ഹെഡാക്കി വെച്ചു. അപ്പോൾ ചോദ്യം ഇതാ, ഫറവോന്റെ മുന്നിൽ ഈ ജോസഫ് പോയത് എന്തുകൊണ്ടെന്നറിയാമോ? അവൻ പണ്ട് ആ കതിരനെ കുറിച്ച് കണ്ട സ്വപ്നം കൊണ്ടല്ല, ഫറവോന്റെ സ്വപ്നത്തെ അവൻ വ്യാഖ്യാനിച്ചത് കൊണ്ടാണ്. മനസ്സിലായോ? നമ്മൾ ചിലരുടെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞൊരു കാര്യമാണ്. ചിലരുടെ സ്വപ്നങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കണം, ചിലരുടെ വേദനകളെ നമ്മൾ വ്യാഖ്യാനിക്കണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം. അതിനുശേഷമാണ് അതെന്ത് ചെയ്തു? സ്പ്രെഡ് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ആ ഒരു കാര്യങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. വളരെ വേഗത്തിൽ ഞാൻ അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇനി അടുത്തൊരു മേഖലയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഒരു പ്രാക്ടിക്കൽ ഇല്ലുസ്ട്രേഷനാണ്. ജസ്റ്റ് നമ്മൾ ഇമാജിൻ ചെയ്യുക, നമ്മളൊരു കാരാഗ്രഹത്തിലാണ് എന്ന്. നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും. ഈ ചിത്രത്തിൽ ഒന്ന് അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ഇമേജ്, അദ്ദേഹത്തിന്റെ ആ മുഖവും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. ഒന്ന് മറ്റൊരു മനുഷ്യനാണ്. ഈ ഒരു ഇമേജ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തയെന്ന് പറയാൻ പറ്റൂ? കാരാഗ്രഹത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ. പോട്ടെ, നമ്മളിപ്പോൾ കാരാഗ്രഹത്തിലാന്ന് വിചാരിച്ചോ, നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് പറയാൻ പറ്റൂ? കാരാഗ്രഹത്തിലാന്ന് പറയാൻ ആർക്കെങ്കിലും അത്ര ധൈര്യം ഉണ്ടാകുമോ? നമ്മൾ ജയിലിൽ കിടക്കുവാണെങ്കിൽ കാരാഗ്രഹത്തിലാന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാകുമോ? ഉണ്ടാകുമോ? പറയാൻ പറ്റൂ? നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് പറയാൻ പറ്റും, നിങ്ങളുടെ ആശയങ്ങളെന്ന് പറയാൻ പറ്റും. നമ്മളിപ്പോൾ ചെയ്യാത്ത തെറ്റിന് ജയിലിലായി, നമുക്ക് ഫോണും കിട്ടി, നമ്മുടെ സഹോദരങ്ങൾ വിളിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഞാൻ ജയിലിലാന്ന് പറയാൻ പറ്റുമോ? എത്ര പേർക്ക് പറയാൻ പറ്റും? പറയാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സിലോട് വരുന്ന ചിന്തയൊന്ന് പറയാൻ പറ്റും? വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പണിംഗ് പോയിന്റിലോട് ഞാൻ അത് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുക. ഒന്ന് പറഞ്ഞാട്ടെ, ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാട്ടെ. നമ്മൾ കാരാഗ്രഹത്തിലാണെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്തുമായിരിക്കും? ഒരു അപകർഷതാബോധം ഉണ്ടാകത്തില്ലേ? ഒരു കുറ്റബോധം ഉണ്ടാകത്തില്ലേ? എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്താ ചിന്തിക്കുക എന്നൊരു ചിന്ത ഉണ്ടാകത്തില്ലേ? ഇതൊക്കെ ഉണ്ടാകും അല്ലേ? ഇനി ഞാൻ ആ ഒരു കാര്യത്തിൽ ഒരു പോയിന്റോട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുവാന്നേ. അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എങ്ങനെയാ?
വല്ലാതെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ആ രണ്ട് ഇമേജ് നമുക്ക് കാണാൻ പറ്റും. ആ ഇമേജിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ചുറ്റും ഒരു കൂട്ടം ആളുകൾ നിന്നിട്ട് പറയാം, നിന്നെ കൊണ്ട് ആ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നീ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തവനാണ്, നിന്റെ ജീവിതം എന്ത് ചെയ്യും, തളർന്നു പോകും. എന്നിട്ട് രണ്ടാമത്തെ ഇമേജ് എന്ത് കാണിക്കുന്നതെന്ന് അറിയാമോ? ആ മനുഷ്യൻ അത് നിമിത്തമാണ് ഇങ്ങനെ ഒരു ബന്ധനത്തിലായിട്ട് ബന്ധിക്കപ്പെടും. പക്ഷേ അമേൻസ് പറഞ്ഞു അപ്പോസ്തലനായ പൗലോസ് കാണിച്ചു തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഈ ഇമേജ് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ക്രിറ്റിസിസത്തിന്റെ മധ്യേയും അദ്ദേഹം സുവിശേഷത്തിന് വേണ്ടി നിന്നു. പക്ഷെ അത് നിമിത്തമാണ് ആ ചങ്ങല എന്ത് ചെയ്തു, പൊട്ടി. അപ്പൊ നമ്മൾ ആ ഒരു ഭാഗത്തോടാണ് ഇനി നമ്മൾ കടക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഇമേജസിലൊക്കെ അത് കാണാൻ പറ്റും. ഞാൻ എന്തിനാ ഒരു ഇല്ലുസ്ട്രേഷൻ ചോദിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലേ? എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ജോലിയില്ലേ, നമുക്ക് ജോലിയില്ല എന്ന് പറയാൻ പറ്റൂ? ആർക്കേം പറയാൻ പറ്റൂ? ജോലി ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് ജോലി ഇല്ല എന്ന് പറയാൻ പറ്റൂ? പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്നാ ചിന്തിക്കുക, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്തുവാ ചിന്തിക്കുക. പക്ഷേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഭാഗം ഇതാണ്. അതിന്റെ 1-2 വാക്യങ്ങളൂടെ നമുക്ക് കാണുമ്പോൾ, അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. അപ്പൊ അദ്ദേഹം പറയുക, അത് നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്, എ പ്രിസണർ. അദ്ദേഹം ഒരു പ്രിസണറാണ്, പക്ഷെ അദ്ദേഹം സ്പിരിച്വലി ഭയങ്കര ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അമേശ്വർ ചങ്ങലയിൽ ഇരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അവിടെ അമേശ്വർ വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണമേ. അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തെ പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ ഒരു അമേശ്വർ ബദ്ധനാണ്. എത്ര പേർക്ക് പറയാൻ പറ്റും, ക്രിസ്തു നിമിത്തമായിട്ട് ഞാൻ ചില തടവറയുടെ അകത്ത് പോകേണ്ടി വന്നാലും, ക്രിസ്തു നിമിത്തമായിട്ട് ഞാൻ ചില പ്രയാസങ്ങളുടെ മധ്യേ കടന്നു പോകേണ്ടത് വന്നാലും അമേശ്വർ ക്രിസ്തുവിനെ ഞാൻ തള്ളി പറയത്തില്ല. അമേശ്വർ ഇവിടെ ഒരിക്കലും പൗലോസ് പറഞ്ഞില്ല ഞാൻ റോമാ ഗവൺമെന്റിന്റെ ഒരു പ്രിസണർ ആണെന്ന് പറഞ്ഞില്ല. ഞാൻ ഒരിക്കലും ഈ ലോകത്തിന്റെ പീപ്പിള് നിമിത്തമായിട്ട് അവരുടെ ഒരു പ്രിസണറാണ് എന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു വലിയ തെറ്റുകാരനാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന്റെ ബദ്ധനാണ്. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും ജീവിതത്തിലെ വലിയ നിരാശകളുടെ മധ്യേ, വലിയ വേദനകളുടെ മധ്യേ ക്രിസ്തുവിന്റെ ഒരു ബദ്ധനാണ് ഞാൻ. ഐ എം എ പ്രിസണർ ഓഫ് ക്രൈസ്റ്റ്. കാരണം എന്താണെന്നറിയാമോ, അത് ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ തേടി വന്നതുകൊണ്ട്, ആ ക്രൂശിൽ നമ്മളെ വീണ്ടെടുത്തത് കൊണ്ട്, നമുക്കൊരു വില നൽകിയത് കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഉപദ്രവിക്കുന്നവനാ, പക്ഷേ ഒരിക്കൽ എന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു ദൈവിക വെളിച്ചം വന്നപ്പോൾ സ്തോത്രം ചെയ്യുന്നു. ആ വെളിച്ചം അന്ന് വരെ കാണാത്ത പൗലോസ് വിളിച്ചു പറയുക, ഇപ്പൊ ഞാൻ അഭിമാനിക്കുന്നു. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, സുവിശേഷത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കുകയില്ല, ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ലജ്ജിക്കുകയില്ല, ഒരു പെന്തക്കോസ്റ്റുകാരനാണെന്ന് പറയുവാൻ ഞാൻ ലജ്ജിക്കുകയില്ല. ഇന്ന് നമ്മുടെ ലോകത്തിനകത്ത് പെന്തക്കോസ്റ്റ് ലേബലുകൾ ചുമന്നുകൊണ്ട് നടക്കുവാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ലേബല് വീണ് കഴിഞ്ഞാൽ ലോകത്തിൽ നടക്കുന്ന പോലെ നടക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഡിഗ്രിക്ക് ഒരു ഡ്യൂട്ടിയൊക്കെ ചെയ്ത് ഞാൻ ടൂറ് പോകാനുള്ള ക്യാഷൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ടൂർ ഗോവയിലോട്ടായിരുന്നു. കയറിയ സമയത്ത് തന്നെ നമ്മുടെ കുറച്ച് അണ്ണന്മാർ എന്ത് ചെയ്തു, കയറിയ സമയത്ത് തന്നെ കുറച്ച് വെള്ളാടി തുടങ്ങി. അവന്മാർ ഫുള്ള് പൂസായി ആ രീതി നിൽക്കുക. കുറച്ച് കഴിഞ്ഞ് ഗോവയിൽ എത്തുന്ന സമയമായപ്പോൾ ഇവന്മാർ വന്ന് നമ്മളെ അടുത്തും പറഞ്ഞു, വെള്ളം അടിക്കാൻ പറഞ്ഞു, നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഒരു സഹോദരിമാരൊരു 8 പേരും എന്ത് ചെയ്തു, ആശാമ്മയുടെ കൂടെ കൂടി ആ ക്ലാസ്സിലെ എല്ലാ ബോയ്സും 8 ഗേൾസും അത് കുടിച്ച സമയത്ത് അതിലെ കർത്താവ് അവിടെ മാറ്റി നിർത്തി. അപ്പോൾ ഇങ്ങനെ ഇരുന്ന സമയത്ത് ടൂറ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, ബസ്സിന്റെ സീറ്റിൽ ഫ്രണ്ടിൽ പോയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു അധ്യാപകൻ ചോദിച്ചു, നീ എന്താ അവരുടെ കൂടെ കൂടാത്തത്? അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം, ഞാനൊരു പെന്തക്കോസ്റ്റ്, പക്ഷെ അന്ന് വരെ ഞാനൊരു പെന്തക്കോസ്റ്റുകാരനാണെന്നുള്ള കാര്യം പറയാൻ എനിക്ക് മടിയായിരുന്നേ അന്ന് വരെ. പക്ഷേ അതിനുശേഷമാണ് നടന്ന സംഭവം എന്നറിയാമോ, ഞാനൊരു പെന്തക്കോസ്റ്റുകാരനാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞപ്പോൾ കോളേജിൽ അതിന്റെ റിപ്പോർട്ടുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ പല സ്റ്റുഡൻസും പല ടീച്ചേഴ്സും മനസ്സിലാക്കി ഇവൻ ഒരു പെന്തക്കോസ്റ്റുകാരനാണ്. ആ ഒരു കാര്യം ഇന്നും അതേ രീതിയിൽ തന്നെ നിൽക്കുമ്പോൾ ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ഞാനൊരു പെന്തക്കോസ്റ്റുകാരനാണ്. അത് AGയുടെ ഒരു പെന്തക്കോസ്റ്റുകാരനായതുകൊണ്ടല്ല, IPSയുടെ ഒരു പെന്തക്കോസ്റ്റുകാരനായതുകൊണ്ടല്ല, ഷാരോന്റെയോ മറ്റ് ചർച്ചുകളുടെയോ പെന്തക്കോസ്റ്റുകാരനായതുകൊണ്ടല്ല, ക്രിസ്തു നിമിത്തമായിട്ട് ആ അനുഭവം നിമിത്തമായിട്ട് ഞാനൊരു പെന്തക്കോസ്റ്റുകാരനാണ്. ഇന്ന് നമുക്കത് പറയുവാൻ സാധിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുവാണ്, ഞാൻ ക്രിസ്തു നിമിത്തം ക്രിസ്തുവിന്റെ ഒരു ബദ്ധനായിരിക്കുന്നു. ക്രിസ്തു നിമിത്തം പറയാൻ പറ്റുമോ? അപ്പോസ്തലനായ പൗലോസ് ഏത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാലും അദ്ദേഹം ക്രിസ്തു നിമിത്തം എന്നേ പറയും. നമുക്ക് പറയാൻ പറ്റുമോ, കർത്താവ് നിമിത്തം ഞാൻ ഇവിടെ എത്തി, കർത്താവ് നിമിത്തം
ഞാൻ ഇതുവരെ ആയി. കർത്താവ് നിമിത്തം അമേൻസോർ ധൈര്യത്തോടെ പറയാൻ പറ്റണം കേട്ടോ. അമേൻസോർ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ, അമേൻസോറും ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിൽ ചില ചങ്ങലകൾ നമ്മളെ അമേൻസോറും കെട്ടിയാലും അതിന്റെ ലാസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാ, when God holds your life even chains can become ministry എന്ന് പറഞ്ഞാൽ അമേൻസോറും ചെയ്യുന്നു, നമ്മുടെ കരത്തിൽ ദൈവം പിടിച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങലകൾ പോലും അനേകരെ ചലിപ്പിക്കുന്ന വേദികളായിട്ട് മാറും. അമേൻസോറും ചെയ്യുന്നു, ഇന്ന് വലിയ കഷ്ടതകൾ നമ്മളെ പിടിക്കുമ്പോൾ, വലിയ രോഗങ്ങൾ നമ്മെ പിടിക്കുമ്പോൾ, മാറാത്ത വേദനകൾ നമ്മെ പിടിക്കുമ്പോൾ അതൊക്കെ സാക്ഷ്യമാകുന്നത് എങ്ങനെയെന്നറിയാമോ? ക്രിസ്തുവിന്റെ ബദ്ധനാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഐ എം എ പ്രിസണർ ഓഫ് ക്രൈസ്റ്റ്. അമേൻസർ അഭിമാനത്തോടെ പറയണം. അമേൻസർ ആ ക്രിസ്തു നിമിത്തമായിട്ട് അമേൻ്റെ പ്രിയമുള്ളവരെ നല്ല നമ്മുടെ കർത്താവ് അന്ന് മാതൃക കാണിച്ചു തന്നു. അദ്ദേഹത്തെ എന്ത് ചെയ്തു? പിടിച്ചുകൊണ്ട് പോയ സമയത്ത് ഒരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞില്ല. അമേൻസർ അദ്ദേഹം സകലത്തെയും അനുസരിച്ച് ആ രീതിയിൽ അതിനെ അമേൻസർ കീഴ്പ്പെട്ട് നിന്ന സമയത്ത് അമേൻസർ ഫിലിപ്പിയ ലേഖനത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. അമേൻസർ താഴോട്ട് ഇറങ്ങി വന്ന കർത്താവിനെ അമേൻസർ ഉയർത്തിയ ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ അമേൻസർ ദാസ്യ രൂപത്തിൽ വന്ന ആ കർത്താവിനെ ഉയർത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് എന്നും കഷ്ടത മാത്രമല്ല കേട്ടോ, എന്നും പട്ടിണി മാത്രമല്ല കേട്ടോ, എന്നും ദാരിദ്ര്യം മാത്രമല്ല കേട്ടോ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും എന്നുള്ളത് ദൈവവചനത്തിന്റെ അമേൻസർ സത്യമാണെങ്കിൽ ഇന്ന് അമേൻസർ വൈകുന്നേര സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുകയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ കഷ്ടത വരുമ്പോഴും പറയണം, ക്രിസ്തു നിമിത്തം ഇത് ഞാൻ സഹിക്കും, ക്രിസ്തു നിമിത്തം ഇത് ഞാൻ നേരിടും. അതാ ഭക്തനായ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആശ്രയം എന്ന് പറയുന്നത്. അദ്ദേഹം പറയുക, അമേൻ സ്തോത്രം ചെയ്യുന്നു, ഞാൻ അമേൻ സ്തോത്രം ചെയ്യുന്നു, അത് നിമിത്തമായിട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ. അമേൻ സ്തോത്രം ചെയ്യുന്നു, ലോകം എന്നെ പറയുമായിരിക്കും നീ തടവിലല്ലേ, ലോകം പറയുമായിരിക്കും പൗലോസ് നിന്റെ മിനിസ്ട്രി കഴിഞ്ഞില്ലേ, പക്ഷെ പൗലോസ് പറയും ഇതൊക്കെ നിമിത്തമായിട്ട് അമേൻ സ്തോത്രം ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞു, ഇതൊക്കെ നിമിത്തമായിട്ട് ഞാൻ അനേകരോട് പറയുന്നു. അമേൻ സ്തോത്രം ഇന്ന് ജീവിതത്തിന്റെ ചില പ്രത്യേകമായ മേഖലകളിൽ ചില കാരാഗ്രഹത്തിൽ നമ്മൾ കിടക്കുമ്പോൾ ആ കാരാഗ്രഹം ഒരു അവസാനമല്ല. കാരാഗ്രഹത്തിൽ കിടന്ന ഓരോ വ്യക്തിയോട് ചോദിച്ചാലും അവനെ പുറത്തു കൊണ്ടുവന്നത് അത്ഭുതകരമായിട്ടാണെങ്കിൽ ജോസഫിനോട് ചോദിക്കുക, അല്ല ജോസഫേ നിന്റെ വാഗ്ദത്തം എവിടെ, അല്ല ജോസഫേ നിന്റെ ദർശനം എവിടെ, അല്ല ജോസഫേ നീ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ദർശന നിമിത്തമായിട്ടാണ് വന്നതെങ്കിലും 105 സങ്കീർത്തനത്തിന്റെ 18 വാക്യത്തിൽ ആ ഒരു കാര്യം ചേർന്ന് ഇങ്ങനെ ജോസഫ് പറയുകയാണ്, ദൈവത്തിന്റെ വചനം നിവർത്തിയാകുവോളം എന്ന് പറഞ്ഞിട്ട് 105 സങ്കീർത്തനത്തിന്റെ അതിന്റെ 18 വാക്യം, യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ ലോക്ക് ചെയ്തു. കുറച്ച് കാലത്തേക്കൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ, കുറച്ച് കാലത്തേക്കൊക്കെ ദുഃഖിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോൾ ദുഃഖിക്കുന്ന പ്രിയമുള്ളവരുടെ അഭിമാനത്തോടെ അമേൻസറും ജീവിതത്തിന്റെ വെളിച്ചത്തിൽ കർത്താവ് അമേൻസറും നൽകിയ അമേൻസറും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാനൊരു കാര്യം കൈമാറാം. അമേൻസറും ഇന്നലത്തെ കഷ്ടതകൾ നിന്നെ തകർക്കുന്നുവെങ്കിൽ അമേൻസറും നിത്യ തേജസ്സിനെ കുറിച്ചുള്ള ആ ദൈവികമായ ചിന്ത നമ്മുടെ അവൻ ഹൃദയത്തിനകത്ത് വരുമ്പോൾ അവൻ യാതൊരു തരത്തിലുള്ള അവൻ കാരാഗ്രഹവും നമ്മെ തകർക്കുകയില്ല. അവൻ എന്ന് പറഞ്ഞാൽ അമേൻസറും ഏത് കാരാഗ്രഹത്തിന്റെ അകത്ത് കിടന്ന വ്യക്തിയാണേലും അവൻ പുറത്തു വരുമ്പോൾ ഒരു ചരിത്രമാണ്. മനസ്സിലാകുന്നുണ്ടോ? കാരാഗ്രഹത്തിന്റെ അകത്ത് കിടന്നവര് പുറത്തു വരുമ്പോൾ ഒരു ചരിത്രമാണ്. ഞാൻ മറ്റു രീതിയിൽ തെറ്റുകൾ ചെയ്തു പോകുന്ന ആളുകളെ കുറിച്ച് അല്ല പ്രിയമുള്ളവരെ പറയുന്നത്. ക്രിസ്തു നിമിത്തമായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ക്രിസ്തു നിമിത്തമായിട്ട് നമുക്ക് ചലിക്കാൻ പറ്റുന്നില്ല, ക്രിസ്തു നിമിത്തമായിട്ട് നമ്മൾ വല്ലാതെ അടങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ തുറന്ന് പറഞ്ഞോട്ടെ, അവൻ പണ്ട് നോഹയും കുടുംബവും പെട്ടകത്തിനകത്ത് കയറിയപ്പോൾ പലരും പറഞ്ഞു ആ നോഹച്ചായന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അടയപ്പെട്ടെന്ന്. പക്ഷേ 7-ാം അധ്യായം അമേൻസറും അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. 8-ാം അധ്യായത്തിൽ ദൈവം പെട്ടകത്തിന്റെ അവിടെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, കിളി വാതിൽ തുറന്നു എന്ന് പറയുന്ന കാര്യം. ഒന്ന് അടച്ചു, മറ്റൊന്ന് തുറന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ചിലത് അടഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ചിലത് തുറക്കും. അവനൊരു ദൂതായിട്ട് ഞാനൊരു കാര്യത്തെ കൈമാറട്ടെ, ഇതൊരു മെസ്സേജ് അല്ല, പക്ഷെ ദൈവാത്മാവിനെ അവൻ കൃത്യമായിട്ട് അവനൊരു കാര്യത്തെ ഗൈഡൻസ് നൽകുന്നതുകൊണ്ട് ഒരു കാര്യം തുറന്നു പറയട്ടെ. അത് ഏറ്റെടുക്കുന്ന പ്രിയമുള്ളവർക്കായ സ്തോത്രം. 7-ാം മാസം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ മാസമായിട്ട് മാറും. വചനത്തിലൂടെ തന്നെ ആ ഒരു കാര്യത്തെ തെളിയിച്ചാൽ അമേൻസറും ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. അമേൻസറും ഈ അമേൻസറും ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ 2025 ദൈവാത്മാവ് എന്നോട് ഇടപെട്ടൊരു കാര്യമാണ്. അമേൻസറും ആ ഒരു വചനത്തെ ഞാൻ ഏറ്റെടുത്തു. എന്നാൽ എന്റെ ജീവിതത്തിന്റെ എക്സാക്റ്റ് ആ ഡേറ്റിനുള്ളിൽ തന്നെ ദൈവികമായ വിടുതൽ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ദൈവാത്മാവ് അതേ ഭാഗത്തെ സംസാരിച്ചപ്പോൾ ഇതൊരു ദൂതായിട്ട് ഞാൻ എന്റെ പ്രിയമുള്ളവരോട് സംസാരിക്കട്ടെ. 7-ാം മാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് ചിലത് ഉറയ്ക്കുന്ന അമേൻസറും പകൽക്കാലവും ഉറയ്ക്കുന്ന സമയവുമായിട്ട് മാറുമെന്ന്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ അവിടെ പറയുക കിളിവാതിൽ അമേൻ സുറിഞ്ഞു അവിടെ അമേൻ സുറം അതുവരെ അമേൻ സുറിഞ്ഞു ആ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നുകൊണ്ടിരുന്ന അമേൻ സുറം ആ പെട്ടകം ഉറച്ചതുപോലെ അമേൻ ചില സമാധാനമില്ലാത്ത വിഷയത്തിന്റെ അകത്ത്, സ്വസ്ഥത കളയുന്ന വിഷയത്തിന്റെ അകത്ത്, നമ്മുടെ ജീവിതത്തെ പോലും ചോദ്യം ചെയ്യുന്ന വിഷയത്തിന്റെ അകത്ത് കൃത്യമായിട്ട് ദൈവാത്മാവ് ഇടപെടുക. അവൻ 7-ാം മാസം 17-ാം തീയതി, അത് 18 എന്നല്ല ഞാൻ പറയുന്നത്, 7-ാം മാസം 17-ാം തീയതി ഒരു ഉറപ്പ് കൂടെ അമേൻ സുറിഞ്ഞു ഇതൊന്നും പ്രിപ്പയർ ചെയ്ത കാര്യമല്ലെങ്കിലും ഒരു ഉറപ്പ് കൂടെ ദൈവവചനത്തിലൂടെ തന്നെ അമേൻ സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എസ്രയുടെ പുസ്തകം അതിന്റെ അമേൻ സുറിഞ്ഞു 2-ാം അധ്യായം അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാ? എസ്രയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സുന്ദരമായ വാക്യം കൂടെ പ്രിയമുള്ളവർക്ക് ഒരു കൺഫർമേഷൻ ആയിട്ട് ഞാൻ അത് സംസാരിക്കട്ടെ. അമേൻ സുറിഞ്ഞു 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. അങ്ങനെ ഇസ്രായേൽ മക്കൾ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ ജനം ഒരുമനപ്പെട്ട് യെരൂശലേമിൽ വന്ന് കൂടി. ചിലത് ഒരുമനപ്പെടാൻ പോകുകയാ, ചിലത് ഒന്നിക്കുവാൻ പോകുകയാ. അമേൻ സുറിഞ്ഞു എത്ര പേരാ ദൂതനെ ഏറ്റെടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് കാരാഗ്രഹത്തിന്റെ അകത്ത് കിടക്കുന്ന പൗലോസേ, ഇന്ന് കാരാഗ്രഹത്തിന്റെ അകത്ത് കിടക്കുന്ന അമേൻ സ്വതന്ത്രം ചെയ്യുന്നു ജോസഫേ, ഇന്ന് കാരാഗ്രഹത്തിന്റെ അകത്ത് കിടക്കുന്ന ദർശനമുള്ള പ്രിയമുള്ളവരെ, 7-ാം മാസം നമ്മുടെ ജീവിതത്തിനകത്ത് അസാധാരണ ദൈവ പ്രവൃത്തിയുടെ മാസമായിട്ട് മാറും. അമേൻ സ്വതന്ത്രം ചെയ്യുന്നു. വളരെ വേഗത്തിൽ ഞാൻ അവിടെ നിന്ന് മുന്നോട്ട് കടന്നു പോകട്ടെ. ചില സമയത്ത് നമ്മൾ നോട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ചില സമയത്ത് നമ്മളൊരു പാസ്റ്ററായിട്ട് മാറും. അമേൻ സ്വതന്ത്രം ദൈവാത്മാവ് അങ്ങനെ ഒരു നിയോഗം നൽകുമ്പോൾ ചില കാര്യങ്ങളെ തുറന്ന് പറഞ്ഞില്ല എങ്കിൽ ശരിയാകത്തില്ല. അപ്പൊ ഈ 2 ഡേറ്റ് നിങ്ങളത് ഓർത്തു വെച്ചോ. അമേൻ ദൈവാത്മാവ് അതിൽ പ്രവർത്തിക്കും. അപ്പോൾ അദ്ദേഹം പറയുവാണ്, ഞാൻ ക്രിസ്തുവിന്റെ ഒരു ബദ്ധനാണ്. അടുത്ത മേഖലയിലോട്ട് കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം പറയുക, ആ കാരാഗ്രഹത്തിന്റെ അടുത്തൊരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാരാഗ്രഹത്തിന്റെ അകത്തായിരിക്കുമ്പോഴും ഈ മനുഷ്യൻ ദൈവത്തെ കുറ്റം പറയുന്നില്ല. അദ്ദേഹം ദൈവത്തെ എന്ത് ചെയ്തു? ഞാൻ ഇവിടെ നിന്ന് കുറച്ച് വേഗത്തിൽ മുന്നോട്ട് പോകുക. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ആ സമയത്തും ദൈവത്തെ സ്തുതിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങളിനകത്ത് നമ്മൾ സ്തുതിക്കുന്നുവെങ്കിൽ അതാണ് ദൈവം വെളിപ്പെടുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. അദ്ദേഹം പറയുക, മൈ ചെയിൻസ് കനോട്ട് സ്റ്റോപ്പ് ദ ഗോസ്പൽ. എൻ്റെ ചങ്ങലകൾ സുവിശേഷത്തെ അത് അവസാനിപ്പിക്കത്തില്ല. അടുത്ത കാര്യം ഇങ്ങനെ പറയുക, ഞാൻ പ്രിസണിലാണെങ്കിലും ദൈവവചന നിമിത്തമാണ് ഞാൻ മുന്നോട്ട് പോകും എന്ന് പറയാൻ പറ്റുമോ? കാരാഗ്രഹത്തിലാണേലും ഞാൻ ഇതിൽ നിന്ന് പുറത്തോട്ട് വരും. അടുത്തൊരു മേഖലയിൽ അദ്ദേഹം പറയുവാണ്, അമേൻ സ്തോത്രം ചെയ്യുന്നു, ഈ ഒരു അമേൻ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിത അനുഭവം അമേൻ സ്വരം അത് അനേകർക്ക് ഒരു ആശ്വാസമായിട്ട് മാറും. ഞാൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടുവെങ്കിലും അമേൻ സ്വരം ക്രിസ്തു നിമിത്തമായിട്ട് ഞാൻ സ്വതന്ത്രനാണ്. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? നിരാശ എന്നെ വല്ലാതെ ബാധിക്കുമ്പോഴും അമേൻ തകർച്ചകൾ എന്നെ വല്ലാതെ ബാധിക്കുമ്പോഴും കുറ്റബോധങ്ങൾ എന്നെ വല്ലാതെ ബാധിക്കുമ്പോഴും അതിനകത്ത് അമേൻ സ്വതന്ത്രം കർത്താവ് തന്നെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എത്ര പേർക്കൊരു ബോധ്യമുണ്ട്? ആ ബോധ്യമുള്ള പ്രിയമുള്ളവർ ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യമാണ് 34:1, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. പറയാൻ പറ്റുമോ? എൻ്റെ കാരാഗ്രഹത്തിന്റെ അകത്ത്, എൻ്റെ ദുഃഖത്തിന്റെ അകത്ത്, എൻ്റെ വേദനയുടെ അകത്ത്, എൻ്റെ ഒറ്റപ്പെടലിന്റെ അകത്ത്, എൻ്റെ ചോദ്യത്തിന്റെ അകത്ത്, ഉത്തരം കിട്ടാത്ത മേഖലയുടെ അകത്ത് ഭക്തൻ പറയുമോ? എല്ലാ കാലത്തും, രാത്രി എന്നില്ല, പകലെന്നില്ല, ഏത് സമയത്തും. അതാ ഞാൻ പറഞ്ഞത്, നമുക്കെല്ലാം ആക്സസ് ചെയ്യുവാൻ പറ്റുന്ന ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം നമ്മളോട് ഇടപെടുകയാണ്. ലോകത്തിന് ആക്സസ് ചെയ്യാൻ പറ്റാത്തത്, അവൻ ലോകത്തിന് ചലിപ്പിക്കുവാൻ കഴിയാത്തത് ഒരു പ്രാർത്ഥനാ മുറിയുടെ അകത്ത് മുട്ടുമടക്കുമ്പോൾ അവൻ ലോകത്തിന്റെ ഏത് മേഖലയിലായിരിക്കുന്നുവെങ്കിലും, അവൻ ലോകത്തിന്റെ ഏത് സാഹചര്യത്തിലായിരിക്കുന്നുവെങ്കിലും, ലോകത്തിന്റെ ഏത് ചങ്ങലകളിലായിരിക്കുന്നുവെങ്കിലും അതിന്റെ അകത്തൊരു മൂവ്മെന്റ് നടക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുവാണ്, ഞാൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു, പക്ഷെ ക്രിസ്തു നിമിത്തമായി ഞാൻ സ്വതന്ത്രനാ. പറയാൻ പറ്റുമോ? അത് നമുക്ക് പറയുവാൻ സാധിക്കണം. അമേൻ സ്തോത്രം ചെയ്യുന്നു. ആ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം അമേൻ സ്തോത്രം ചെയ്യുന്നു. അമേൻ അതിന്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ടേക്ക് പോകുമ്പോൾ അമേൻ അടുത്തൊരു കാര്യം, അടുത്തൊരു സെക്ഷനിലോട്ട് നമ്മളൊന്ന് കടക്കാൻ വേണ്ടി പോകുക. 3 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ഒരു മിസ്റ്ററിയെ കുറിച്ച് പറയും. ഒരു അമേൻ ചില നാളുകളായിട്ട് അടഞ്ഞു വന്നിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുക. അവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാ. അമേൻ 3-ാമത്തെ വാക്യം തൊട്ട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയത് പോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിവായി വന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിന് ചുമ്മാ കിട്ടിയ ഒരു കാര്യമല്ല ഇത്. അപ്പോസ്തലനായ പൗലോസിന് ചുമ്മാ വന്ന ഒരു അമേൻ സ്തോത്രം മേഖലയല്ല ഇത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിനകത്ത് അമേൻ സ്തോത്രം അദ്ദേഹം മനസ്സിലാക്കിയത് ഈ ഒരു കാര്യം വെളിപ്പാടിനാലാണ്. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു വെളിപ്പെടുമ്പോഴാണ് അമേൻ സ്തോത്രം സകല പ്രശ്നങ്ങൾക്കും മാറ്റമുണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, അമേൻ ഞാനൊരു കാര്യം ഒന്ന് തുറന്നു പറഞ്ഞോട്ടെ. അവൻ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അമേൻ സ്തോത്രം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെ, വെളിപ്പാടിനാലാണ് ആ ഒരു മർമ്മം അറിവായി വന്നത്. ഇന്ന് വെളിപ്പാടുള്ള പല ആളുകൾ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വെളിവുകേടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാടുള്ള പലരും
ഇന്ന് വെളിവുകേട് പറയുക. വചനത്തിലൂടെ തന്നെ ഞാൻ അത് തെളിയിച്ചു തരാം. അമേൻ സ്വരം ചെയ്യുന്ന ഈ ഒരു കാര്യത്തിൽ നിന്ന് കണക്ട് ചെയ്ത് പറയുമ്പോൾ അവനത് അധികം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ അമേൻ സ്വരം ക്രിസ്തു കർത്താവ് അമേൻ സ്വരം ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ എന്ന് പറയുന്നു. ആ സമയത്ത് പത്രോസ് പറയുവാണ്, കർത്താവെ നീ ക്രിസ്തു ആകുന്നു. അപ്പോൾ കർത്താവ് പത്രോസിനോട് പറയുവാണ്, പത്രോസെ അമേൻ സ്വരം ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ശിശുവോട് പറയുവാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ആരോട് പറയുന്നത്? പത്രോസിനോട് പറയാം. എന്നിട്ട് പറയുക, ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. ഇതേ പത്രോസ് ഒരു 5 വാക്യം കഴിഞ്ഞിട്ട് 23-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു അവിടെ പറയുക, കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് പത്രോസിനെ വിളിക്കുന്ന പേരെന്തുവാ? അല്ലയോ പത്രോസിനെ എന്നാണോ വിളിച്ചേ? സാത്താനെ എന്നെ വിട്ട് ദൂരെ പോ. കർത്താവിൻ്റെ പ്രത്യേകതയാണ്, കർത്താവ് വ്യക്തികളെയല്ല വെറുക്കുന്നത്, അതിൽ വ്യാപരിക്കുന്ന ശക്തിയെയാണ് വെറുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മം ഞാൻ അവിടെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് ഉണ്ടായിരുന്ന പത്രോസ്, ആർക്കും കിട്ടാത്ത വെളിപ്പാടുള്ളവൻ ഇപ്പോൾ വെളിവുകേട് വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ, ആത്മീക ലോകത്തിൻ്റെ അകത്ത് വെളിപ്പാടുണ്ടായിരുന്ന, കാഴ്ചപ്പാടുണ്ടായിരുന്ന, കൃത്യമായി ദൈവവചനത്തിന് അനുരൂപമായി ജീവിച്ച പലതും ഇന്ന് അമേൻ വെളിവുകേടുകൾ പറഞ്ഞു നടക്കുമ്പോൾ അമേൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സഭകൾ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന് 39-ാമത്തെ വാക്യം. ആ വാക്യം ഈ എഫെസോസ് ലേഖനവുമായി ബന്ധപ്പെടുന്ന ഒരു വാക്യമാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ആമേൻ സ്തോത്രം ചെയ്യുന്നു, അവിടെ ഒരു തർക്ക വിഷയം ഉണ്ടാകുന്നു. തർക്ക വിഷയം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ വന്നിട്ട് ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. ആ സമയത്ത് അവിടെയുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്ന കാര്യമുണ്ട്, മറ്റെന്തെങ്കിലും വാദമുണ്ടെങ്കിൽ ധർമ്മസഭയിൽ തീർക്കാം. സഭയുടെ അകത്ത് ഇന്നെന്തോ കൂടിക്കൊണ്ടിരിക്കുന്നത്? വാദമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? പക്ഷേ സഭയുടെ അകത്ത് ധാർമ്മികത അല്ല വേണ്ടത്. സഭയുടെ അകത്ത് വാദങ്ങളല്ല വേണ്ടത്. സഭയുടെ അകത്ത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ വേണം. എന്ന് പറഞ്ഞാൽ ആ ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കാതിരിക്കുമ്പോഴാണ് ഇന്ന് പല സഭകളും, എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ലൈവ് സ്ട്രീമിങ്ങിന് ഒന്നും എതിരല്ല, പക്ഷെ സഭകളിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇന്ന് ഇതാരെങ്കിലും ഫോളോ ചെയ്യുന്ന കാര്യം എനിക്കറിയാം. നമ്മുടെ പെന്തക്കോസ്റ്റ് അത് കേൾക്കുവാണെങ്കിൽ ആരെങ്കിലും കേട്ടൊന്ന് മാനസാന്തരപ്പെട്ടോട്ടെ. നമ്മുടെ പെന്തക്കോസ്റ്റ് സമൂഹത്തെ തന്നെ പരസ്യമായി ട്രോളുവാൻ വേണ്ടിയിട്ട് പെന്തക്കോസ്റ്റൽ ട്രോൾസ് എന്ന് പറഞ്ഞിട്ട് പെന്തക്കോസ്റ്റുകാർ നടത്തുന്ന ഗ്രൂപ്പുകളുണ്ട്. എന്തുവാ അതിൻ്റെ പ്രത്യേകത? സഭയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ പബ്ലിക്കായിട്ട് കൊണ്ടുവരുന്നു, അതിനെ മറ്റൊരു രീതിയിലൂടെ കൊണ്ടുപോകുന്നു. വെളിപ്പാടുള്ളവർ വെളിവുകേടുകൾ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ആമേൻ പറയാൻ നിൽക്കരുത്. വെളിപ്പാട് അമേൻ ഉണ്ടായിരുന്നവർ വെളിവുകേടുകൾ ചെയ്യുമ്പോൾ അവൻ അഭിഷേകമുള്ളവനാ എന്ന് പറഞ്ഞ് ആ ഒരു കാര്യത്തെ നമ്മൾ ചിന്തിക്കാൻ നിൽക്കരുത്. അമേൻ ശിംശോനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതുപോലെ കണക്ട് ചെയ്യുമ്പോൾ അവനിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വിട്ടുമാറി എന്നുള്ള കാര്യം അവൻ അറിഞ്ഞില്ല. നമ്മൾ അറിയുന്നുണ്ടോ? നമ്മളിൽ ഉള്ളത് ഏത് ആത്മാവാണെന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കട്ടെ, അപ്പോസ്തലനായ പൗലോസിനെ വെളിപ്പെടുത്തത് ആ ദൈവിക വചനത്തിലാണെങ്കിൽ നമ്മളിലും അതേ ദൈവവചനം തന്നെ വെളിപ്പാടായിട്ട് മാറേണ്ട സാഹചര്യത്തിൽ നമ്മൾ വെളിവുകേട് പറയുവാണോ? എന്ന് പറഞ്ഞാൽ 5 വാക്യം മുമ്പ് കർത്താവിനെ ഉയർത്തി പറഞ്ഞവൻ 5 വാക്യത്തിന് ശേഷമായിട്ട് പറയുക കർത്താവിന് വിപരീതമായിട്ട് നിന്നുവെങ്കിൽ അവൻ ഏത് സമയത്തും നിൽക്കുന്നവരെ വീഴ്ത്തുവാൻ പിശാച് ശ്രദ്ധിക്കും. അതാ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞു, നിൽക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ എപ്പോഴേലും തോന്നിയാൽ മതി കേട്ടോ, എപ്പോഴേലും തോന്നിയാൽ മതി, ഞാൻ നിൽക്കുക, വീഴാനുള്ള ചാൻസ് ഉണ്ട്. പ്രിയമുള്ളവരെ, വീണ് പോകല്ലേ കേട്ടോ. അപ്പോസ്തലനായ പൗലോസ് ആ ഒരു കാര്യത്തെക്കുറിച്ച് അമേൻ സ്തോത്രം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ഇങ്ങനെ ചേർത്ത് പറയുക. അമേൻ സ്തോത്രം ചെയ്യുന്നത് ഇത് എനിക്ക് വെളിപ്പെടുത്തുക, അമേൻ സ്തോത്രം ചെയ്യുന്നത് ദൈവത്തിന്റെ ഒരു വെളിപ്പാടാന്ന് പറഞ്ഞിട്ട് 4-ാമത്തെ വാക്യത്തിൽ പറയുക, നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. അതിനൊരു അടുത്ത വാക്ക് 5-ാമത്തെ വാക്യം, ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ. ആത്മാവിനാൽ മാത്രമേ വെളിപ്പെടുകയുള്ളൂ കേട്ടോ. അമേൻ സ്തോത്രം ചെയ്യുന്നു. അല്ലാതെ അമേൻ സ്തോത്രം ഈ കാലഘട്ടത്തിലെ പല അമേൻ സ്തോത്രം ചെയ്യുന്നു അതിനെക്കുറിച്ചാണ് കർത്താവായ യേശുക്രിസ്തു പരസ്യമായിട്ട് പലരെയും ചലഞ്ച് ചെയ്തത്. ഈ കാലഘട്ടത്തിലെ പരീശന്മാരെ പോലെ ആകരുത്, ഈ കാലഘട്ടത്തിലെ സദൂക്യരെ പോലെ ആകരുത്. എന്തോ പ്രത്യേകത, ഒരു ഭക്തി അഭിനയിക്കുമ്പോൾ ഭക്തി അഭിനയിക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. പരിശുദ്ധാത്മാവിനാലാണ് നമുക്കത് വെളിപ്പാട് ലഭിച്ചത്. ആ ബോധ്യം നമുക്കുണ്ടാകണം. പലപ്പോഴും ഇന്ന് അമേൻ സ്തോത്രം ചെയ്യുന്നു അങ്ങനെ അമേൻ സ്തോത്രം പ്രഹസനങ്ങളുടെ കൂടാരമായിട്ട് ദൈവസഭകൾ മാറുമ്പോൾ അമേൻ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. നമ്മൾ ക്രിസ്തുവിൽ അടുത്ത വാക്ക് 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുവാണ്, മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം വരെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ഒരു ബോധം മനുഷ്യർക്ക് ഉണ്ടായിരുന്നില്ല.
എന്നാൽ 6-ാമത്തെ വാക്യത്തിൽ പറയുവാണ്, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ക്രിസ്തുവേശുവിൽ നമ്മൾ എന്താണ്? കൂട്ടവകാശികളാണ്. പറയാൻ പറ്റുമോ? ഞാൻ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശിയാണ്. എനിക്ക് വേണ്ടി നിത്യമായ ഒരു ഭവനം എൻ്റെ പിതാവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. കൂട്ടവകാശികളാണ്. രണ്ടാമത്തെ കാര്യം, ഏക ശരീരസ്ഥരാണ്. ഒരേ ശരീരത്തിന്റെ അംശികളാണ്. അതുകൊണ്ട് തന്നെ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാത്രികാലം ദൈവാത്മാവ് നമുക്കൊരു ഗൈഡൻസ് നൽകുകയാ. ഏതെങ്കിലും വ്യക്തികളോടുള്ള വിദ്വേഷം ഇന്ന് നമ്മളെ ഭരിക്കുന്നുവെങ്കിൽ ആ വ്യക്തികളോടുള്ള വിദ്വേഷമല്ല, ആ വ്യക്തികളിൽ വ്യാപരിക്കുന്ന ശക്തിയോടുള്ള വിദ്വേഷമാണ് നമ്മളിൽ ഭരിക്കേണ്ടത്. വളരെ വേഗത്തിൽ അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ അടുത്തൊരു വാക്ക് ഇങ്ങനെ പറയുകയാണ്, വാഗ്ദത്തത്തിൽ പങ്കാളികളുമാ. പറയാൻ പറ്റുമോ? ഇതൊരു പാർട്ട്ണർഷിപ്പാണ്. എന്തുവാ പാർട്ട്ണർഷിപ്പിന്റെ പ്രത്യേകത? ഞാനും എൻ്റെ കർത്താവും കൂടെ ചെയ്യുന്ന ഒരു പാർട്ട്ണർഷിപ്പ്. അനേകരെ നേടുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ അത് ഏറ്റവും അധികം സന്തോഷിക്കുന്ന കർത്താവ്. നമ്മളെ ഏറ്റവും അധികം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സന്തോഷിക്കുന്ന കർത്താവ്. അങ്ങനെയെങ്കിൽ ഇന്ന് ആമേൻ സ്തോത്രം ചെയ്യുന്നു, ആ ഒരു വെളിപ്പാട് നമുക്ക് ആമേൻ സ്തോത്രം വരുന്ന സമയത്ത് അവിടെ കാണുവാൻ സാധിക്കുന്ന കാര്യം ഇങ്ങനെയാ. ആമേൻ സ്തോത്രം ചെയ്യുന്നു, ആമേൻ ഒരു കാലഘട്ടം വരെ തള്ളിയ ആളുകളെ അവരെന്ത് ചെയ്തു? ചേർത്ത് പിടിച്ചു. ഒരു കാലഘട്ടം വരെ അവൻ അകറ്റിയ ആളുകളെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ചില മതിലുകളെ പൊളിച്ചുകൊണ്ട്, ചില മേഖലകളെ മാറ്റിക്കൊണ്ട് കർത്താവ് നമ്മളെ ഒരുമിപ്പിച്ചു എങ്കിൽ ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ആ കർത്താവിന്റെ ക്രൂശ് ചില കാര്യങ്ങളെ മാറ്റി. ആമേൻ സ്തോത്രം. കർത്താവിന്റെ ക്രൂശ് നിമിത്തമായിട്ട് നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടു. ആ കർത്താവിന്റെ ക്രൂശ് നിമിത്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം ചെയ്യുന്നു, നമ്മൾ ആമേൻ സ്തോത്രം അനേകരെ ക്രിസ്തുവിലോട്ട് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമായിട്ട് മാറി കൊണ്ടിരിക്കുകയാണ്. പറയാൻ പറ്റുമോ? ഇന്ന് ഞാൻ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടത്തിന്റെ ആമേൻ സ്തോത്രം ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ് എന്ന് പറയുവാൻ സാധിക്കുമോ? ഒരിക്കൽ അകലെയായിരുന്ന നമ്മളെ കർത്താവ് ചേർത്ത് പിടിച്ചു. അതാ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവിൽ കൂട്ടവകാശികളായി. ആ സുവിശേഷ നിമിത്തമായിട്ട് നമ്മൾ ക്രിസ്തുവിൽ കൂട്ടവകാശികളായി എന്ന് എത്ര പേർക്ക് ബോധ്യത്തോടെ പറയുവാൻ സാധിക്കും? അതെ, ക്രിസ്തു നിമിത്തമായിട്ട് ആമേൻ ക്രിസ്തുവിൽ ബദ്ധനായിരിക്കുന്ന പൗലോസ് പറയുവാണ്, ക്രിസ്തു നിമിത്തമായിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ അതേ ആമേൻ സ്തോത്രം ചെയ്യുന്ന അഭിമാനത്തോടെ തന്നെ നമുക്കും പറയുവാൻ സാധിക്കണം, അതേ ക്രിസ്തു നിമിത്തമായിട്ട് ഞാനും രക്ഷിക്കപ്പെട്ടു. 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ 1-2 വാക്യങ്ങൾ തന്റെ കാരാഗ്രഹ അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ 3 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ ആ ആർക്കും വെളിപ്പെടാത്ത രഹസ്യത്തെ കുറിച്ച് പറഞ്ഞു വരുന്ന പൗലോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഒരു പ്രാക്ടിക്കൽ ഇല്ലുസ്ട്രേഷൻ ആണ്. ഈ പ്രാക്ടിക്കൽ ഇല്ലുസ്ട്രേഷൻ എനിക്ക് ചില ഉത്തരങ്ങൾ വളരെ വേഗത്തിൽ വേണം. നമ്മൾ ഇമാജിൻ ചെയ്യുക, നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാണെന്ന് ഇമാജിൻ ചെയ്യുക. പ്രിയമുള്ളവർക്ക് അത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെന്ന് ഇമാജിൻ ചെയ്യുക. എല്ലാവരും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള രീതിയിലാണോ ഇരിക്കുന്നത്? അതോ ഉറങ്ങിയൊക്കെയാണോ ഇരിക്കുന്നത്? മുഖമൊക്കെ വാടിയാണോ ഇരിക്കുന്നത്? ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്നാ ചെയ്യണം? ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ മുഖമൊക്കെ നല്ല ഷൈനായിട്ട്, നല്ല കുട്ടപ്പനായിട്ട്, നല്ല ഡ്രസ്സൊക്കെ നല്ല സെറ്റപ്പായിട്ട് ഇരിക്കണം. ഇന്റർവ്യൂക്ക് പോകാൻ റെഡി ആണെങ്കിൽ ഒന്ന് ക്യാമറയിൽ ഒരു തംസപ്പ് കാണിച്ചേ. ഇന്റർവ്യൂവിന് പോകാൻ റെഡി ആണെങ്കിൽ ക്യാമറയിൽ ഒരു തംസപ്പ് കാണിച്ചേ. എനിക്ക് ജെയിനാൻറ്റി മാത്രമേ കാണിച്ചുള്ളൂ. ഇപ്പോൾ എലിസബത്ത് ആൻറ്റിയും കാണിച്ചിട്ടുണ്ട്. 2 തംസപ്പ് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ, മറ്റു പലരും ഇമോജീസിലൂടെ അത് യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മുടെ മുന്നിൽ ആ കമ്പനി ഒരു ഓഫർ വയ്ക്കുവാണ്. ഓഫർ എത്രയേ ഉള്ളൂ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ആ കമ്പനി ചെയ്യാം. ഏത് ജോലിയാണെന്നൊന്നും പറയുന്നത്, ഇഷ്ടമുള്ള ജോലി. നമ്മളാണ് ആ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഏത് ജോലി ചൂസ് ചെയ്യും? നമ്മൾ ഏത് ജോലി ചൂസ് ചെയ്യും? ഒന്ന് പറയാൻ പറ്റുമോ? അടിച്ചു വരുന്ന ജോലി ചൂസ് ചെയ്യും, ഏറ്റവും എളുപ്പമുള്ള. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? നമ്മൾ ഏറ്റവും ലോവർ ആയിട്ടുള്ള ജോലി എടുക്കോ? അടിച്ചു വരുന്ന ജോലി നമ്മൾ എടുക്കോ? തുടയ്ക്കുന്ന ജോലി നമ്മൾ എടുക്കോ? കേട്ടില്ല, പറഞ്ഞാട്ടെ. നമ്മുടെ ക്വാളിഫിക്കേഷൻ ഉള്ള ജോലി നമ്മൾ എടുക്കും. അപ്പൊ നമ്മൾ ഒരു ലോവർ ലെവലുള്ള എക്സ്പീരിയൻസ് ഉള്ളത് നമ്മൾ എടുക്കും, അല്ലേ? പക്ഷെ എൻ്റെ ചോദ്യം, എക്സ്പീരിയൻസ് ഉള്ള ജോലി എടുക്കുമ്പോഴും നമുക്ക് ആഗ്രഹം കുറച്ചുകൂടെ നല്ലത് കിട്ടണമെന്നാണോ? അതാ നമ്മുടെ ആഗ്രഹം. പക്ഷേ ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. പക്ഷേ ഇനി നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് 7 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവിടെ ഇങ്ങനെയാണ് കാണുന്നത്,
7-9 വരെ, ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. അദ്ദേഹം ചൂസ് ചെയ്ത ജോലി എന്തുവാ? ശുശ്രൂഷക്കാരനായി തീർന്നു. നമുക്ക് പറയാൻ പറ്റുമോ? നമുക്കത് പറയുമ്പോഴേ എൻ്റെ പൊന്ന സഹോദരങ്ങളെ, ആ കാര്യം ഒഴിച്ച് വേറെ എന്ത് കാര്യം വേണേലും പറഞ്ഞു, ശുശ്രൂഷകനാണെന്ന് ഞാൻ പറയത്തില്ല, കർത്താവിൻ്റെ ഒരു സുവിശേഷകനാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ പൗലോസ് പഠിപ്പിക്കുക, 7-ാമത്തെ ആ വാക്യത്തിൽ പറയുക, ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം, എൻ്റെ ശക്തി കൊണ്ടല്ല എന്ന് പറഞ്ഞാൽ, ശുശ്രൂഷ എന്നുള്ളത് നമ്മുടെ ശക്തി കൊണ്ടല്ല, ശുശ്രൂഷ എന്നുള്ളത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ശുശ്രൂഷ എന്നുള്ളത് നമ്മുടെ പെർഫോമൻസ് കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപാദാന പ്രകാരം. എന്നിട്ട് അദ്ദേഹം പറയുവാണ്, ആ ഒരു വാക്യം അതിന്റെ അവസാന ഭാഗങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അദ്ദേഹം പറയുവാണ്, അതിനുശേഷമായിട്ട് ഇങ്ങനെ പറയുന്നു, ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ അടുക്കളയിൽ ആയിരിക്കും ഇവിടെ ശുശ്രൂഷക്കാരനാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ ചട്ടിയും കലവും പൊട്ടത്തില്ലായിരുന്നു. അങ്ങനെ ആകുമ്പോൾ, മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരു ശുശ്രൂഷകനാകുമ്പോൾ ആയിരുന്നേൽ നമ്മൾ പലരെ എന്ത് ചെയ്യത്തില്ലായിരുന്നു? വാക്കുകൊണ്ട് വേദനിപ്പിക്കുകയില്ലായിരുന്നു. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ശുശ്രൂഷകനാകുന്ന സമയത്ത് ആയിരുന്നേൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മൾ ചുമ്മാ ചീത്ത വിളിക്കത്തില്ലായിരുന്നു. അല്ലേ? ശുശ്രൂഷകനാകാൻ പറ്റുമോ? ഞാൻ ഈ ശുശ്രൂഷകനാകാൻ പറ്റുമോ എന്ന് ചോദിച്ച കാര്യം, നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ നമ്മളൊരു ശുശ്രൂഷകനായിട്ട് മാറണം. നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അമേശ്വരം എന്ന് പറഞ്ഞാൽ അമേശ്വരം വളരെ സുന്ദരമായ ഒരു ചിന്തയുണ്ട്. ആ ചിന്ത എങ്ങനെയാണ്? അമേശ്വരം ചെയ്യുന്നു, നമ്മൾ അമേശ്വരം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മിഷണറിമാരാ. നമ്മുടെ മിഷൻ ഫീൽഡ് എന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്തവരാണ്. മനസ്സിലായോ? ദൈവത്തെ അറിയാത്തവരാണ് നമ്മുടെ മിഷൻ ഫീൽഡ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, അവിടെ ആ ഭക്തനായ മനുഷ്യൻ പറയുവാണ്, ഇത് എഡ്യൂക്കേഷൻ കൊണ്ടല്ല. പൗലോസ് ഒരിക്കലും പറയുന്നില്ല ഇതെന്റെ എഡ്യൂക്കേഷൻ കൊണ്ടാന്ന് പറയുന്നില്ല, ഇതെന്റെ സ്റ്റാറ്റസ് കൊണ്ടാന്ന് പറയുന്നില്ല, ഇതെന്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ ഈ പൗലോസ് തന്നെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന സുന്ദരമായൊരു കാര്യമുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൽ അതിന്റെ 2-ാമത്തെ അധ്യായത്തിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എങ്ങനെയാ? ഫിലിപ്പിയ ലേഖനത്തിൽ ആ മനുഷ്യൻ വിളിച്ചു പറയുന്ന ഒരു കാര്യം എങ്ങനെയാ? അത് ഞാനൊന്ന് വായിക്കാം. 2-ാം അധ്യായത്തിൽ അവൻ താഴോട്ട് വായിച്ചു, 3-ാം അധ്യായത്തിൽ വായിച്ചു പറയുക, ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് പറയുക. എന്നിട്ട് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുക, നാമല്ലോ പരിച്ഛേദനക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുക. 4-ാമത്തെ വാക്യം, പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിക്കുവാൻ വകയുണ്ടെന്ന്. പുള്ളിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്. താഴോട്ട് വായിച്ചു ശ്രദ്ധിച്ചോ, ജഡത്തിലും ആശ്രയിക്കുവാൻ ഭാഗ്യമുണ്ട്, മറ്റാർക്കാരും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികമാണ്. എന്നിട്ട് അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ, അദ്ദേഹം പറയുക, 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രയേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. നമ്മളെടുത്ത് ഈ കാര്യം പറയാൻ പറഞ്ഞാൽ നമ്മൾ എന്നാ പറഞ്ഞാല്, ഞാൻ കാരണം ഈ സഭ വന്നു, ഞാൻ കാരണം ഈ സഭയുടെ പണി നടന്നു, ഞാൻ കാരണം ഈ സഭയിൽ ഇത്രയും വിശ്വാസികൾ വന്നു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞ കാര്യം, അദ്ദേഹം എന്തോ ഒരു മതിലിൻ്റെ പണിക്ക് ക്യാഷ് കൊടുത്തു. ക്യാഷ് കൊടുത്തു കാര്യം ചെയ്യും. പക്ഷെ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം പുള്ളി പറയും, ഞാൻ ഇത്ര ലക്ഷം രൂപ സഭയുടെ മതിലിന് വേണ്ടി മുടക്കി. ഒരു തമാശ രൂപേണുള്ള ഒരു ഇല്ലസ്ട്രേഷൻ കൂടെ ഞാൻ പറയട്ടെ. ഒരിക്കലും ഒരു സഭയുടെ അകത്ത് ആ സഭ ഇങ്ങനെ ചോർന്ന് ഒളിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ കേട്ടതാണെങ്കിൽ നിങ്ങൾ അമേൻസുരം ഒന്നുകൂടെ കേൾക്കുക. അമേൻസുരം സഭയുടെ അകത്ത് വല്ലാതെ ചോർന്നൊളിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു, നമുക്ക് എന്താണ് സഭയുടെ മേൽക്കൂരയൊന്നും മാറ്റണം. അപ്പോൾ ഓരോരുത്തർ ചാടി എഴുന്നേറ്റ് ഓരോ രൂപ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു. ഒരച്ചായനോട് സമ്പന്നനാണ്, ആ മനുഷ്യന് 1 രൂപ പോലും കൊടുത്തില്ല. ഒരു ഞായറാഴ്ച പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഈ മനുഷ്യന്റെ തലയിൽ ഒരു ഓട് പൊട്ടി വീണു. അപ്പോൾ ഇദ്ദേഹം ചാടി എന്നിട്ടിട്ട് ഞാൻ 5000 രൂപ ദൈവസഭയുടെ കാര്യത്തിന് വേണ്ടി കൊടുക്കാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഓട് വീഴുമ്പോഴാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്, തീരുമാനം എടുക്കുന്നത്. അമേൻസോദരൻ ചെയ്യുന്നു ആ കാര്യത്തിൻ്റെ ഒരു അമേൻസോദരൻ ലളിതമായൊരു ചിന്ത ഇത്രയേ ഉള്ളൂ. നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ചെയ്യണം. നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ വിശ്വസ്തയോടെ ചെയ്യണം. അമേൻസോദരൻ ഭക്തനായ ആ മനുഷ്യൻ നമ്മെ പഠിപ്പിക്കുക. അമേൻസോദരൻ ഇതൊക്കെ എനിക്ക് പ്രശംസിക്കുവാനുള്ള വകയാണ്. നമ്മൾ എവിടെയെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? ഏതെങ്കിലും കാര്യം ചെയ്തിട്ട് പറഞ്ഞു നടക്കുന്നുണ്ടോ? ഞാൻ കാരണം ആ വ്യക്തി രക്ഷപ്പെട്ടു, ഞാൻ കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം വന്നു. ഇത് ആരും പറഞ്ഞില്ലേ നമുക്ക് തന്നെ പറയണം എന്നുള്ളത് നമ്മുടെ ഒരു ചിന്തയാണ്, അല്ലേ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയാറില്ലേ, ഞാൻ കാരണം
ചില ഞാനെന്ന കാര്യം ചില സമയത്ത് നമുക്ക് ഭയങ്കര അപകടം. പക്ഷേ ഇവിടെ ആ മനുഷ്യൻ പറയുക അതിൻ്റെ അമേൻസ്വരം 6-ാമത്തെ വാക്യത്തിൽ ഇതെല്ലാം സംബന്ധിച്ച് ശരിയാ. എന്നിട്ട് 7-ാമത്തെ വാക്യത്തിൽ പറയുക എങ്കിലും എന്നിട്ട് അദ്ദേഹം പറയുക എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. എങ്കിലും പറയാൻ പറ്റുമോ? എങ്കിലും അമേൻസ്വരം കർത്താവ് നിമിത്തമായിട്ട് അമേൻസ്വരം ചെയ്യുന്നു. ഇവിടെ അദ്ദേഹം പറയുക ഞാൻ ശുശ്രൂഷക്കാരനാകാൻ അമേൻസ്വരം ചെയ്യുന്നു ആയത് എൻ്റെ എഡ്യൂക്കേഷൻ കൊണ്ടല്ല. അമേൻസ്വരം അത് പറയാൻ എനിക്ക് പ്രശംസയുണ്ട്, അത് പറയുവാൻ എനിക്ക് അധികാരമുണ്ട്. അദ്ദേഹം പറയുക മറ്റാരേക്കാൾ എനിക്കത് പറയുവാനുള്ള ബോധ്യമുണ്ട്. പക്ഷെ ആ മനുഷ്യൻ പറയുന്ന ഒരു അമേൻസ്വരം വാക്ക് ഇങ്ങനെയാ. എന്നാണെന്നറിയാമോ പ്രിയമുള്ളവരെ? അമേൻസ്വരം അത് അമേൻസ്വരം കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. അമേൻസ്വരം അത് എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്, അത് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു കാര്യം പണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഞാൻ അത് ഒത്തിരി അതിനെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ഐ ബിക്കം എ സെർവന്റ് ഓഫ് ദിസ് ഗോസ്പൽ ബൈ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്സ് ഗ്രേസ്. എൻ്റെ കഴിവുകൊണ്ടല്ല, ഈ പരിപാടിയൊക്കെ എനിക്ക് ഉണ്ടെങ്കിലും ഞാൻ അതിലൊന്നും യോഗ്യനല്ലെന്ന്. പക്ഷേ അമേൻ സ്വന്തം ചെയ്യുന്നു. ചില ആളുകൾ ഈ കാലഘട്ടത്തിൽ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മളൊക്കെ അവിടെ കണക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ചില സമയത്ത് നമ്മൾ പറയും കർത്താവ് എനിക്ക് 2 ലക്ഷം സാലറി തന്നു, കർത്താവ് എനിക്ക് 2 നിലയുള്ള വീട് തന്നു, കർത്താവ് എനിക്ക് BMW കാർ തന്നു, ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല എന്ന് പറയുമ്പോൾ അവിടെ ആരും ഉയർത്തുന്നത്? നമ്മളെയല്ലേ ഉയർത്തുന്നത്? നമുക്ക് സാധനമുണ്ട്, നമുക്ക് ഈ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് പറയും? എല്ലാത്തിലും നമ്മൾ അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത്. പക്ഷെ പൗലോസ് പറയുവാണ് എന്നെ തെരഞ്ഞെടുത്തത്, എന്നെ ഞാൻ ശുശ്രൂഷകനാക്കിയത് ദൈവത്തിന്റെ കൃപയാല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അല്ല അമേൻസ്വരം ചെയ്യുന്നു ആ ഗ്ലോറിഫൈ ചെയ്യുന്നത്, അദ്ദേഹം ദൈവത്തെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ പല മേഖലകളകത്ത് ഗ്ലോറിഫൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വരുന്നത്. അമേൻസ്വരം ആ ഒരു വാക്യത്തിന്റെ താഴോട്ടേക്ക് വായിച്ചു വരുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയോടെ എന്ന് പറഞ്ഞു വന്നിട്ട് പറയുന്നു. അടുത്ത വാക്യം 8-ാമത്തെ വാക്യം ഇനി നമ്മളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പോവുക. 8-ാമത്തെ വാക്യത്തെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പോവുക. അദ്ദേഹം പറയുക സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക്. അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി ഒന്ന് നോക്കിക്കേ. ഞാൻ എൻ്റെ പ്രിയങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ, 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പൗലോസ് ഇല്ല. യേശുവിനെ പൗലോസ് നേരിട്ട് കണ്ടിട്ടുണ്ട് ദമസ്കോസിൽ വെച്ചിട്ട്. യേശുവിൻ്റെ അത്ഭുതങ്ങൾ ഈ മനുഷ്യൻ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ ദൈവം ഉയർത്തിയത് അമേൻസ്വരം 12 ശിഷ്യന്മാരെക്കാൾ മുകളിലാണ് എങ്കിൽ അമേൻസ്വരം ഇന്ന് ഞാനൊരു കാര്യം കൈമാറട്ടെ. ഈ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ തൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നതിന് ശേഷമായിട്ട് ഗലാത്യ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ഏകദേശം 2.5 വർഷം അല്ലെങ്കിൽ 3 വർഷം ചരിത്രകാരന്മാർ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ബൈബിൾ കോളേജ് പീരീഡ് ആയിരുന്നു ആ 3 വർഷം. ആ 3 വർഷം എവിടെയായിരുന്നെന്ന് അറിയാമോ? ആ മനുഷ്യൻ അറേബ്യയിലായിരുന്നു. അമേൻസ്വരം അത് വാക്യത്തിലൂടെ തന്നെ നമ്മൾ വായിച്ചു പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അമേൻസ്വരം ഗലാത്യ ലേഖനത്തിൽ നമുക്ക് ആ ഒരു കാര്യം കാണുവാൻ സാധിക്കും. അവിടെ കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ താഴോട്ടേക്ക് വായിച്ചു വരുന്ന സമയത്ത് 2-ാം അധ്യായത്തിൽ നമുക്ക് ആ ഒരു ഭാഗം കാണുവാൻ സാധിക്കും. അതിൻ്റെ 17-ാമത്തെ വാക്യം, എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോകുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അറേബ്യയിലോട്ട് പോയത് എന്തിനാ? മരുഭൂമിയിലോട്ട് പോയത് എന്തിനാ? അതൊരു കാരാഗ്രഹമാണ്. അദ്ദേഹത്തിന്റെ ലൈഫിലെ ആ 3 വർഷം അല്ലെങ്കിൽ അത്രയും ടൈം അത് ഭയങ്കര ഹിഡൻ ലൈഫാണ്. പക്ഷേ ആ ഹിഡൻ ലൈഫിൽ ദൈവം കൊടുത്ത വെളിപ്പാടാണ് ഇന്ന് നമ്മളെയും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ചില സമയത്ത് ദൈവം നിശബ്ദമാകുന്ന പോലെ തോന്നുന്നുണ്ടേല, നമ്മുടെ ജീവിതത്തിനകത്ത് ചില സമയത്ത് ദൈവം പ്രാർത്ഥിച്ചിട്ട് മറുപടി തരുന്നില്ല എന്ന് തോന്നുന്നുണ്ടേല. അവൻ ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു സമയമുണ്ട്. അതാ പറയുന്നത് ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അമേൻസ്വരം അത് സമാപ്തിയോളം ബന്ധപ്പെടുന്നു, അത് താമസിക്കത്തില്ല, അത് വരും നിശ്ചയം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് അമേൻസ്വരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടികൾ കിട്ടാതെ വരുമ്പോൾ നമ്മൾ മാനസികമായി തകരുമ്പോൾ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാ, ആ മനുഷ്യൻ അമേൻസ്വരം ചെയ്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാ. എന്തെന്നറിയാമോ? ഞാൻ ഏറ്റവും ചെറിയവനാ, പക്ഷെ ആ ചെറിയവനെയാ ദൈവം വലിയവനാക്കിയതെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൻ ഇന്ന് ദൈവസന്നിധി നമ്മൾ ചെറുതായിട്ട് നിൽക്കുന്നുവെങ്കിൽ, ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ അമേൻസ്വരം മറ്റുള്ളവരിൽ അറിയപ്പെടുന്നില്ല എങ്കിൽ, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, നാളുകളിൽ അനേകരുടെ മുമ്പാകെ നിർത്തുവാൻ ദൈവത്തിന് നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ട്. അമേൻസ്വരം ഈ ക്ലാസ്സിന് അവസാന അമേൻസ്വരം ഭാഗങ്ങളിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് അവിടെ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ഈ ഒരു ഭാഗത്ത് ഞാൻ മറ്റൊരു ഭാഗത്തോടൊന്ന് കണക്ട് ചെയ്യട്ടെ. അവിടെ ആ ഒരു വാക്യത്തിൽ കാണുന്ന ഒരു കാര്യത്തെ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പോയാൽ അതിൻ്റെ താഴോട്ടേക്ക് വായിച്ചു വരുന്ന സമയത്ത് അമേൻസ്വരം നമുക്ക് ആ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത്, വെരി ലീസ്റ്റ് ഓഫ് ഓൾ ദ സെയിൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരിലും താൻ ചെറുതാണ്. ഇനി ഈ പറയുന്ന കാര്യം പ്രിയമുള്ളവർ ഒന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കുവാൻ ചിന്തിക്കണം. അമേൻസ്വരം ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാനൊന്ന് പറയാൻ പോവാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുവാണ്, ഞാൻ ഏറ്റവും ചെറിയവനാണ്. പക്ഷേ
ഇത് 1 തിമത്തിയോസിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാര്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് 1 തിമത്തിയോസ് 1 അധ്യായം 15 വാക്യം കൂടി ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കാൻ പോവുക. 1 തിമത്തിയോസ് 1 അധ്യായം അതിന്റെ 15 വാക്യം. ആ 15 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അദ്ദേഹം പഠിപ്പിച്ചിരുന്ന കാര്യം എന്താണെന്നറിയാമോ? ശുശ്രൂഷക്കാരിൽ ഞാൻ ഏറ്റവും ചെറിയവൻ, പക്ഷേ പാപികളിൽ ഞാൻ ഒന്നാമൻ. പറയാൻ പറ്റുമോ? നമ്മൾ വിരൽ മറ്റുള്ളവരുടെ നേരിൽ ചൂണ്ടുന്നേ? അവൻ പാപിയാണ്, അവള് പാപിയാണ്. പക്ഷെ പൗലോസ് പഠിപ്പിച്ചു തരുക, ശുശ്രൂഷയിൽ ചെറിയവനായ പൗലോസ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നൊരു മാതൃകയുണ്ട്. കർത്താവിനോട് പറയാൻ പറ്റണം, കർത്താവേ, ആ പാപികളിൽ ഞാനാണ് ഒന്നാമൻ. സ്വതന്ത്രിക്കുന്നു, ആ പാപത്തിൽ ഞാനാണ് ഒന്നാമൻ. സ്വതന്ത്രിക്കുന്നു. അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു സുന്ദരമായ ഒരു കാര്യം എന്തെന്നറിയാമോ? അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം, ഇത്രയും കാര്യങ്ങൾ ചെയ്ത മനുഷ്യന് വേണമെങ്കിൽ പറയാം, ഞാൻ പാപിയല്ല എന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ പാപത്തിന് അധീനമല്ല എന്ന് പറയാം. പക്ഷെ അദ്ദേഹം പറയാം, ഞാൻ പാപികളിൽ ഒന്നാമനാണെന്ന്. എന്തോ പ്രത്യേകത! ആ മനുഷ്യൻ എടുത്തൊരു തീരുമാനമാണ് പ്രിയമുള്ളവരെ. ജീവിതത്തിന്റെ അകത്ത് എത്ര വലിയ കാര്യങ്ങൾ വന്നാലും അദ്ദേഹത്തിന് ഒരു ബോധ്യമുണ്ട് താൻ ആരാണെന്ന്. ശുശ്രൂഷയിൽ താൻ ചെറിയവനാ, പക്ഷെ പാപിയിൽ താൻ ഒന്നാമനാ. പക്ഷേ ആ ഒന്നാമനായ മനുഷ്യനെയാണ് ക്രിസ്തുവിന്റെ സ്നേഹം മാറ്റി മറച്ചത്. നമുക്ക് സ്ക്രീനിൽ അത് കാണുവാൻ സാധിക്കും. ദ വെരി ലീസ്റ്റ് യെറ്റ് ചൂസൺ ബൈ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ചെറിയവനായ എന്നെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ ആ ഒരു ക്ലാസ് അവിടെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അവിടെ കാണുന്ന ഒരു കാര്യം എങ്ങനെയാ? ഒരിക്കൽ അദ്ദേഹം എന്ത് ചെയ്തു? സഭയെ പീഡിപ്പിച്ചു. ഒരിക്കൽ അദ്ദേഹം എന്ത് ചെയ്തു? വിശ്വാസികളെ തകർത്തു. ഒരിക്കൽ അദ്ദേഹം എന്ത് ചെയ്തു? ക്രിസ്തുവിനെ എതിർത്തു. പക്ഷേ അതേ മനുഷ്യനെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ സ്തോത്രം ചെയ്യുന്നു, അവൻ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറി, ഏറ്റവും വിലപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മാറി. 13 ലേഖനങ്ങൾ എഴുതിയ ഒരു ലേഖനകർത്താവായിട്ട് അവൻ മാറി. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മളെ പോലും ചിന്തിപ്പിക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അഭിഷിക്തനായിട്ട് നമ്മൾ മാറി. പത്രോസിനെ കുറിച്ച് നമ്മൾ വളരെ കുറഞ്ഞ രീതിയിലേ പ്രസംഗിക്കാറുള്ളൂ, യോഹന്നാനെ കുറിച്ച് വളരെ കുറഞ്ഞ രീതിയിലേ നമ്മൾ പ്രസംഗിക്കാറുള്ളൂ. പക്ഷെ നമ്മൾ ഏറ്റവും അധികം നമ്മൾ പ്രസംഗിക്കുകയും നമ്മൾ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ വായിക്കുകയും ചെയ്യുന്നത് ഇതേ പൗലോസിൽ നിന്നാണെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ നിന്ന് ചില ലേഖനങ്ങൾ പുറത്തോട്ട് വരട്ടെ, നമ്മളിൽ നിന്ന് ചില എഴുത്തുകൾ പുറത്തോട്ട് വരട്ടെ, നമ്മളിൽ നിന്ന് അനേകരെ ജീവിപ്പിക്കുന്ന അനുഭവങ്ങൾ പുറത്തോട്ട് വരട്ടെ. സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ തള്ളപ്പെട്ടവൻ, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ഒരിക്കൽ തള്ളപ്പെട്ടവരായിരുന്ന സ്തോത്രം ചെയ്യുന്നു നമ്മളെ എന്ത് ചെയ്തു? ചേർത്ത് പിടിച്ച ദൈവസ്നേഹമെന്ന്. അവനെ തള്ളിയത് ലോകമായിരുന്നു, അവനെ തള്ളിയത് അവൻ്റെ പ്രിയമുള്ളവരായിരുന്നു. പക്ഷേ കർത്താവ് അവനെ ചേർത്ത് പിടിച്ചപ്പോൾ ആ മനുഷ്യൻ ഏറ്റവും മാന്യനായുള്ള ഒരു മനുഷ്യനായിട്ട് മാറി എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു. അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാ. സ്തോത്രം ചെയ്യുന്നു. അവൻ തന്നെത്താൻ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ: എൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാ. ആ ലാസ്റ്റ് ഭാഗത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ലീസ്റ്റ് ബിക്കം എ ലീഡർ. ഇന്ന് നമ്മൾ ലീസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ ചിലതിൻ്റെ മധ്യേ ചില കാരാഗ്രഹത്തിലാണേൽ, ഇന്ന് നമ്മൾ ചിലതിൻ്റെ മധ്യേ വളരെ വേദനയോടെ ഇരിക്കുന്നതിൽ അവിടെ പറയുക ദ ലീസ്റ്റ് ബിക്കം എ ലീഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട പാപി. സ്തോത്രം അനേകരെ ക്രിസ്തുവിലോട്ട് ചലിപ്പിക്കുന്ന സുവിശേഷകന്റെ വക്താവായിട്ട് മാറിയെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരോട് ഞാനൊരു കാര്യം സംസാരിക്കട്ടെ. ഇന്ന് ഈ ക്ലാസ്സിനകത്ത് ഇരിക്കുന്ന സമയത്ത് പ്രിയമുള്ളവരെ, പാപത്തിന്റെ കുറ്റബോധം നിങ്ങളെ ചോദ്യം ചെയ്യരുത്. സ്തോത്രം ഇന്നലകളിൽ വീണു പോയത് നിങ്ങളെ ചോദ്യം ചെയ്യരുത്. സ്തോത്രം ആ പാപികളിൽ നമ്മൾ ഒന്നാമനാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പറ, ഇന്ന് ആ രക്ഷ എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണം, ഇന്ന് ആ മഹത്വം എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണം, ഇന്ന് എൻ്റെ കുടുംബത്തിനകത്ത് വിടുതലുകൾ നടക്കണം. എൻ്റെ പ്രാർത്ഥന കൊണ്ട് ചിലത് ചലിക്കണം, ചില മൂവ്മെന്റുകൾ ഉണ്ടാകണം, ചില കാരാഗ്രഹത്തിനകത്ത് മാറ്റം ഉണ്ടാകണം. ദൈവാത്മാവിനാൽ ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെടുന്ന അനേകരുടെ മധ്യ ഒരു ലീഡറായിട്ട് ഞാൻ മാറണം. ഒരു വളരെ സുപരിചിതമായ ഒരു ചിന്തയുണ്ട്, എ ലീഡർ, എ ഗുഡ് ലീഡർ നെവർ മേക്ക് എ ഫോളോവർ. ഒരു നല്ല നേതാവ് ഒരിക്കലും ഫോളോവേഴ്സിന് ഉണ്ടാകത്തില്ല. അദ്ദേഹം എന്ത് ചെയ്യും? മറ്റുള്ളവരെ ലീഡേഴ്സ് ആക്കി മാറ്റും. പറയാൻ പറ്റൂ, കർത്താവേ, എനിക്ക് അനേകരെ ക്രിസ്തുവിന് വേണ്ടി ലീഡേഴ്സ് ആക്കാൻ പറ്റണം. എനിക്ക് അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടാൻ പറ്റണം. എനിക്ക് അനേകരെ ക്രിസ്തുവിലോട്ട് നയിക്കുന്ന നല്ലൊരു ശുശ്രൂഷകനായിട്ട് മാറുവാൻ സാധിക്കണം, നല്ലൊരു ശുശ്രൂഷക്കാരനായിട്ട് മാറുവാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാഗൽഭ്യത്തെ കർത്താവെ നൽകണമേ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യമാണ് ഗ്രേസ് ക്യാൻ റീറൈറ്റ് എ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ
തുറക്കുന്ന ദൈവത്തിന്റെ മഹാത്മ്യം അത് നമ്മളെ ചേഞ്ച് ചെയ്യും, നമ്മുടെ ഐഡന്റിറ്റിയെ റീസ്റ്റോർ ചെയ്യും. ഇന്ന് പകൽക്കാലം ഒരു സാധാരണക്കാരനായ ആ മനുഷ്യനെ ദൈവാത്മാവ് തിരിച്ചു പിടിച്ചുവെങ്കിൽ നമ്മളിൽ എത്രയധികം നമ്മെ എത്രമാത്രം കർത്താവ് തിരിച്ചു പിടിക്കുവാൻ തയ്യാറാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ആ പൗലോസിനെ അന്ന് ഉപയോഗിച്ചുവെങ്കിൽ ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, ഈ കാലഘട്ടത്തിൽ ബില്ലി ഗ്രഹാം ഇല്ല, ഈ കാലഘട്ടത്തിൽ ബില്ലി ഗ്രഹാം ഇല്ല, ചെയ്യുന്നു മറ്റ് അഭിഷിക്തന്മാരില്ല, നമ്മളാ ഉള്ളത്. എന്തിനാ പ്രത്യേകത? ഈ കാലഘട്ടത്തിന്റെ ബില്ലി ഗ്രഹാമായിട്ട് നമ്മൾ മാറുവാൻ വേണ്ടിയിട്ട്, ഈ കാലഘട്ടത്തിന്റെ പൗലോസായിട്ട് നമ്മൾ മാറുവാൻ വേണ്ടിയിട്ട്, ഈ കാലഘട്ടത്തിൽ പത്രോസായിട്ട് നമ്മൾ മാറുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാ ഒരു പൗലോസായി ഞാൻ മാറട്ടെ എന്ന് പാട്ടുകാരൻ പാടുന്നത്. അധികാരത്തോടെ അഭിഷേകത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കുമ്പോൾ ഞാനൊരു പൗലോസായിട്ട് മാറണം. എന്റെ കാരാഗ്രഹം ഒരു അനുഗ്രഹമായിട്ട് മാറണം, എന്റെ ക്രൂശ് അനേകരുടെ മധ്യേ ഒരു വിടുതലായിട്ട് മാറണം എന്ന് പറഞ്ഞാൽ ഗ്രേസ് ക്യാൻ റീറൈറ്റ് എ പേഴ്സൺ. ഇന്ന് രാത്രികാലം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ വാത്സല്യ പ്രിയമുള്ളവരെ, കർത്താവിന് നമ്മുടെ ജീവിതത്തെയും റീറൈറ്റ് ചെയ്യുവാൻ സാധിക്കും. പക്ഷേ ആ പേന നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കണം. നമ്മൾ എഴുതല്ലേ കേട്ടോ, നമ്മൾ എഴുതിയിട്ട് തെറ്റിപ്പോയ സ്റ്റോറി, നമ്മൾ എഴുതിയിട്ട് മാറിപ്പോയ സ്റ്റോറി, നമ്മൾ എഴുതിയിട്ട് മൂവ് ചെയ്യാത്ത സ്റ്റോറി ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ കരങ്ങളിൽ ആ പേന കൊടുക്കുന്നുവെങ്കിൽ ഗോഡ് ക്യാൻ റീറൈറ്റ് എ പേഴ്സൺ, ഓർ ഗോഡ് ക്യാൻ റീറൈറ്റ് അവർ ലൈഫ്. അടുത്ത കാര്യം, യുവർ പാസ്റ്റ് ഡസ് നോട്ട് ക്യാൻസൽ ഗോഡ്സ് കോളിംഗ്. നമ്മുടെ പാസ്റ്റ് ലൈഫ്, പാസ്റ്റ് അനുഭവങ്ങൾ, പാസ്റ്റ് വേദനകൾ അതൊരിക്കലും ദൈവത്തിന്റെ വിളിയിൽ നിന്ന് നമ്മെ പുറകോട്ട് വലിക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുക, ഒരു കാലഘട്ടത്തിൽ ഞാൻ പേഴ്സിക്യൂട്ടറാ, ഒരു കാലഘട്ടത്തിൽ ചർച്ചിനെ പീഡിപ്പിച്ചവനാ, ഒരു കാലഘട്ടത്തിൽ വിശ്വാസികളെ കൊന്നവനാ, ഒരു കാലഘട്ടത്തിൽ സ്തേഫാനോസിനെ കൊല്ലുവാൻ വേണ്ടി മുന്നിൽ നിന്നവനാ, പക്ഷേ ഇന്ന് സുവിശേഷത്തിന് വേണ്ടി ഞാൻ മരിക്കുവാൻ തയ്യാറാണ് എന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ ഇന്ന് നമ്മളോട് ദൈവവചനം പഠിപ്പിച്ചു വരുന്ന ഒരു കാര്യമുണ്ട്. യുവർ പാസ്റ്റ് does not cancel God's calling. നമ്മുടെ പാസ്റ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ ദൈവത്തിന്റെ വിളിയിൽ നിന്ന് നമ്മെ പുറകോട്ട് വലിക്കുന്നില്ല. അവസാനത്തെ കാര്യം, the one who stood farthest from God can become closest to his purpose. ഒരിക്കൽ ദൈവത്തിൽ നിന്ന് അകന്നു നിന്ന ആ മനുഷ്യൻ ഇന്ന് ദൈവത്തിന് വേണ്ടി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മാറി. അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് നിന്ന് ദൈവത്തിലോട്ട് അവൻ കടന്നു വരികയാണ്. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ക്ലാസ്സിന്റെ അവസാന ഭാഗത്തോട്ട് നമ്മൾ കടന്നു വരുന്ന സമയത്ത് സ്തോത്രം ചെയ്യുന്നു, നമുക്കൊന്ന് പറയാൻ പറ്റും, ഒരുപക്ഷെ നമ്മൾ കർത്താവിൽ നിന്ന് വളരെ മാറിയായിരിക്കും സഞ്ചരിക്കുന്നത്. ആ മാപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചതുപോലെ വളരെ അകന്നായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെയായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ യാതൊരു കാഴ്ചപ്പാടുകൾ ഇല്ലാതെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, ഞങ്ങളുടെ ആത്മീക കണ്ണുകളെ ഒന്ന് തുറക്കണമേ. ക്രിസ്തുവിന്റെ ബദ്ധനായിരിക്കുന്നത് അഭിമാനമാണെന്ന് പറയുവാൻ തക്കവണ്ണം, ക്രിസ്തുവിന്റെ ശുശ്രൂഷകനാണ് എന്നുള്ളത് അഭിമാനത്തോടെ പറയുവാൻ തക്കവണ്ണം, അതിൽ ചെറിയവനാണ് എന്ന് പറയുവാൻ തക്കവണ്ണം, അവൻ പാപികളിൽ ഒന്നാമനാണ് എന്ന് പറയുവാൻ തക്കവണ്ണം ആ കൃപ നിമിത്തമായിട്ട് ഈ രാത്രികാലം ഞങ്ങൾ തന്നെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയമുള്ളവരെയും ദൈവകരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, പൗലോസിനെ പ്രശംസിക്കുവാൻ ഒത്തിരി കാര്യമുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്കിലും ക്രിസ്തു നിമിത്തമായിട്ട് എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നു, ക്രിസ്തു നിമിത്തമായിട്ട്, ഈ ചങ്ങലകൾ നിമിത്തമായിട്ട്, ഈ ബന്ധനങ്ങൾ നിമിത്തമായിട്ട്, ഈ വേദനകൾ നിമിത്തമായിട്ട്, ഈ രോഗങ്ങൾ നിമിത്തമായിട്ട് ഇതൊന്നും സ്തോത്രം ചെയ്യുന്നു ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പുറകോട്ട് വലിക്കത്തില്ല. അങ്ങനെ കർത്താവ് ഞങ്ങളുടെ ഓരോ പ്രിയമുള്ളവരെയും ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വേദനകളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം, വലിയ പ്രതീക്ഷകളില്ലാത്ത മേഖലകളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം, മാനസികമായി തകർന്ന മേഖലകളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം, ഉത്തരം കിട്ടാത്ത വലിയ ചോദ്യത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം, സംശയത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം, നാളെയെ ചൊല്ലി വല്ലാതെ ഭാരപ്പെടുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടാകാം, എങ്ങനെയെന്ന് ചിന്തിക്കുന്ന പല തലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടാകാം. കർത്താവിന്റെ വലിയ കൃപയാൽ, കർത്താവിന്റെ വലിയ ശക്തിയാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അത്ഭുതകരമായിട്ട്, അതിശയകരമായിട്ട് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവത്തിന്റെ ശുശ്രൂഷകനായിട്ട് മാറുവാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയമുള്ളവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ആ കഷ്ടതകൾ സഹിക്കുവാൻ, ക്രിസ്തുവിനെ ക്രൂശ് എടുക്കുവാൻ, ചിലതിനെയൊക്കെ ത്യജിക്കുവാൻ, ചിലതിനെയൊക്കെ ഒഴിവാക്കുവാൻ, ക്രിസ്തു നിമിത്തമായിട്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ടെ. സകല മാനവും സകല മഹത്വവും സകല വീഴ്ചയും ഞങ്ങളുടെ കർത്താവിന് അങ്ങ് പ്രാർത്ഥന കേട്ട് വലിയ ചെയ്തിരിക്കാൻ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വഴി തെറ്റിപ്പോയി, പക്ഷെ വഴികാട്ടിയായ ഒരു കർത്താവ് കൂടെയുണ്ട്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് കടന്നു പോകും. അടുത്ത ദിവസങ്ങളിലും പ്രിയമുള്ളവർ അല്പം നേരത്തെ ഒന്ന് ജോയിൻ ചെയ്യുവാണെങ്കിൽ അവൻ ക്ലാസ് കറക്റ്റ് 8 മണിയോടുകൂടി തന്നെ നമ്മൾ അവസാനിപ്പിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ്.